ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഗോവിന്ദ നായക്, ഇവിടെ ഉദ്ഘാടക പ്രാസംഗികൻ ആയ പ്രൊഫസർ കെ വി തോമസ്, ശ്രീ മുതിർന്ന മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ പ്രമുഖരും, TVR ഷണായി അനുസ്മരണം 7ാമത്തെ ചരമവാർഷിക ദിനമാണെന്ന്. TVR ഷണായി ഒരു ചെറിയ ഒരു സമുദായത്തിൽ, അതായത് ലോകത്തിലെ തന്നെ 25 ലക്ഷം മാത്രം ഉള്ള ഒരു ചെറിയൊരു സമുദായത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തി വളരെയധികം ഉന്നതിയിലേക്ക് എത്തിയെങ്കിലും നമ്മുടെ സമുദായമോ മറ്റുള്ളവരോ അദ്ദേഹത്തിനെ വേണ്ട പോലെ ആദരിച്ചില്ല. പക്ഷേ സർക്കാരുകളും വിദേശ സർക്കാരുകളും നമ്മുടെ പ്രമുഖനായ മുൻ മന്ത്രിയും ഇപ്പോൾ കേരള ഹൗസിലെ പ്രത്യേക പ്രതിനിധിയുമായ പ്രൊഫസർ കെ വി തോമസ് സാറാണ് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിൻ്റെ പേരിൽ TVR ഷണായിനെ ഓർമ്മിക്കാനായി എല്ലാ വർഷവും വിദ്യാധനം ട്രസ്റ്റിൻ്റെ പേരിൽ 1 ലക്ഷം രൂപ മുതിർന്ന മാധ്യമ പ്രവർത്തകനുള്ള അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ആദ്യം തന്നെ അദ്ദേഹത്തിനോട് ഞാൻ കൊങ്കണി സാഹിത്യ അക്കാദമിയുടെ പേരിലും മറ്റുള്ളവർ എല്ലാവരുടെയും പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കാം. അധ്യക്ഷൻ ശ്രീ ഗോവിന്ദ നായക് തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരത്ത് പൊതുരംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കൊങ്കണി സാഹിത്യ അക്കാദമി കേരളയുടെ അധ്യക്ഷനും വളരെ സജീവമായി ഇന്നിപ്പോൾ തന്നെ ഈ പ്രായത്തിലും തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ വന്ന് ഇന്ന് രാത്രി 11-11:15 മണിക്കാണ് അദ്ദേഹത്തിന് ഇവിടുന്ന് ട്രെയിനുള്ളത്. ട്രെയിനിൽ പോയി പാതിരാക്കായിരിക്കും അല്ലെങ്കിൽ വെളുപ്പിനായിരിക്കും തിരുവനന്തപുരത്ത് എത്തുക. അദ്ദേഹം ഈ ബുദ്ധിമുട്ടി ഇവിടെ വന്നു എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്ത പ്രൊഫസർ കെ വി തോമസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എറണാകുളത്ത് പ്രൊഫസർ കെ വി തോമസിനെ അറിയുന്നവരാരുമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് കെ വി തോമസ് സാറ് ഇവിടെ വരേണ്ടത് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് മനോരമയിലെ ജയചന്ദ്രൻ സാറിനെ, അസോസിയേറ്റ് എഡിറ്ററിനെ വിളിച്ചു ചോദിച്ചു. കാരണം ഒരു കാലത്ത് TVR ഷണായിയുടെ ഒരു പര്യായമായിരുന്നു മനോരമ. അപ്പോൾ എന്നാണ് ഞങ്ങൾ ചെറുപ്പത്തിലെല്ലാം അറിഞ്ഞിട്ടുള്ളത്. ഒരു ദിവസം TVR ഷണായിയുടെ ഒരു കോളമില്ലെങ്കിൽ ആ മനോരമ പത്രം അന്ന് വായിക്കുന്ന ആളുകൾ കുറവായിരുന്നു. അപ്പോൾ മനോരമയിൽ വിളിച്ചു ചോദിച്ചപ്പോൾ പ്രൊഫസർ കെ വി തോമസിനോളം TVR ഷണായിനെ അറിയുന്ന ആരും തന്നെ ഇല്ല. അപ്പോൾ ആദ്യം നിങ്ങൾ വിളിക്കേണ്ടത് പ്രൊഫസർ കെ വി തോമസിനെയാണ്. അത് വളരെ സന്തോഷമുണ്ട്. അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരും. അദ്ദേഹം ഫാത്തിമ കോളേജിൽ കൊല്ലത്ത് പോവുകയായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും വരും, ഞാൻ എവിടെയാണെങ്കിലും ഞാൻ ആ ദിവസം ഇവിടെ എത്തും. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് എത്തിയത്. ഈ പ്രായത്തിൽ അദ്ദേഹം കഷ്ടപ്പെട്ട് ഇവിടെ നാട്ടിൽ വന്നു. ഇവിടെ സമയത്തിന് മുമ്പ് തന്നെ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സുഹൃത്തും സീനിയർ പത്രപ്രവർത്തകനുമായ വെങ്കടേഷ് രാമകൃഷ്ണനും ഇപ്പോൾ എയ്ഡത്തിൻ്റെ മാനേജറും ഡയറക്ടറായാണ്. അതിനു മുമ്പ് ഹിന്ദുവിലും ഫ്രണ്ട് ലൈനും മറ്റു പല പത്രങ്ങളിലും ഉണ്ടായിരുന്നു. അദ്ദേഹവും ഈ TVR ഷണായിയായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 10-30 വർഷത്തോളം അദ്ദേഹം ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അദ്ദേഹവും ഞാൻ പല യോഗങ്ങൾക്കും ഞാൻ വെങ്കടേഷ് രാമകൃഷ്ണനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തെങ്കിലും ഒഴിവ് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇത് TVR ഷണായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അത് സമ്മതിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്ത പേര് എനിക്ക് പറയേണ്ടത് CICC ജയചന്ദ്രൻ ആണ്. കാരണം CICC ജയചന്ദ്രൻ ഒരു ഫേസ്ബുക്കിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ഞാൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ TVR ഷണായിനെ കുറിച്ച് ഒരു പോസ്റ്റ് കണ്ടു. അന്നാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഇത് വന്ന് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു കാര്യം ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു, നല്ല കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു CICC ബുക്ക് ഹൗസ് ഉണ്ട് അദ്ദേഹത്തിന്.
അത് അവിടെ ജോലിക്കാരെല്ലാം തന്നെ ഇന്ന് മോണ്ടി തേസ്റ്റേ ആഘോഷിക്കുന്ന ആളുകളാണ്. എന്നിരുന്നാൽ പോലും കട അടച്ചിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ നേരത്തെ തന്നെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. പിന്നെ അഡ്വക്കേറ്റ് ഡോക്ടർ കെ രാധാകൃഷ്ണൻ നായർ, നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കൊങ്ങിണി സാഹിത്യ പരിപാടികളിലും മറ്റെല്ലാ പരിപാടികളിലും തന്നെ അദ്ദേഹം വളരെയധികം സജീവമാണ്. മാത്രമല്ല തൃശ്ശൂർ കൺസ്യൂമർ കോടതിയിലെ ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. പിന്നെ ഇവിടെ അഡ്വക്കേറ്റ് DG സുരേഷ്, നിങ്ങളെല്ലാവരും അറിയാം, കുമാരനാശൻ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ AS ശ്യാംകുമാർ കുടുംബി സേവാ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. PS രാമാനന്ദറാവു സീനിയർ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് CRPF. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമുണ്ട്, P പ്രകാശ് എന്ന് പറഞ്ഞാൽ ഈ സജീവമായി ഈ കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രം എന്ന് തന്നെ പറയാവുന്ന ഈ എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രസിഡൻറ്റ്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. പിന്നെ എക്മേളിയുടെ കോർ കമ്മിറ്റി മെമ്പറും കൊടുങ്ങല്ലൂർ ദേവസ്വം ശ്രീകൃഷ്ണസ്വാമി ദേവസ്വം പ്രസിഡൻറ്റുമായ MN മദന ഷണായി. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് TVR ഷണായിയോട് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും TVR ഷണായിയെ ആരാധിക്കുന്ന ഏറ്റവും ഒരു വലിയൊരു വ്യക്തിത്വം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നതെങ്കിലും അദ്ദേഹത്തെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വിജയകുമാർ കമ്മത്ത്. അദ്ദേഹം ഈ TVR ഷണായിയുടെ ഇങ്ങനൊരു അനുസ്മരണ യോഗം നടത്തുന്നു. അതിനോടനുബന്ധിച്ച് കൊങ്ങിണി കലാ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ എക്മേളിയുടെ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ചില പരിപാടികൾ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ, സാരി ഡാൻസ് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ വക ഈ സ്ത്രീകൾക്ക് മുഴുവൻ ഞാൻ സാരി ഡാൻസ് കൊടുക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ചുമന്ന് ആ സാരി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകം അഭിനന്ദനവും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതവും ചെയ്യുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരെയും എൻ്റെ മുമ്പിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കേന്ദ്ര മുൻ മന്ത്രിയും ദീർഘകാലം എറണാകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MP-യും സർവോപരി കോളേജ് പ്രൊഫസറും ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ KV തോമസ് മാഷ് അവர்களെ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ അവர்களെ, കൊങ്ങിണി സാഹിത്യ അക്കാദമിയുടെ മെമ്പർ സെക്രട്ടറി ശ്രീ DD നവീൻ കുമാർ അവர்களെ, ശ്രീ പ്രകാശ്, ശ്രീ ജയചന്ദ്രൻ, ശ്രീ വിജയകുമാർ കമ്മത്ത്, ശ്രീ രാധാകൃഷ്ണൻ നായർ, രംഗദാസ പ്രഭു, DG സുരേഷ്, രാമാനന്ദ റാവു, ശ്യാംകുമാർ, മദന ഷണായി, കൂടാതെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന കൊങ്ങിണി ഭാഷാപ്രേമികളെ, ഇന്നത്തെ ഈ കലാപരിപാടിയിൽ പങ്കെടുക്കാമെന്ന പൊതു സമൂഹമേ, കൊങ്ങിണി സാഹിത്യ അക്കാദമിയുടെയും പ്രബോധ ട്രസ്റ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് മുതിർന്ന പത്രപ്രവർത്തകനായ ശ്രീ TVR ഷണായിയുടെ 7ാം ചരമവാർഷികം കൊണ്ടാടുകയാണ്. ഇത് പറയുമ്പോൾ ശ്രീ TVR ഷണായി അവർ എറണാകുളം ജില്ലയിലെ ചെറായി ഗ്രാമത്തിൽ ജനിച്ച് 1941 ജനിച്ച് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം 1956 കാലഘട്ടത്തിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദം എടുത്തതിന് ശേഷം തൻ്റെ തട്ടകം ബിരുദാനന്ദ ബിരുദത്തിനായി ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്ദ ബിരുദം എടുത്ത് പത്രപ്രവർത്തന രംഗത്ത് കാലുറപ്പിക്കുകയുണ്ടായി. ആദ്യമായി അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പത്രപ്രവർത്തകനായിട്ടാണ് ജോലി ആരംഭിച്ചെങ്കിലും ഏകദേശം 5 പതിറ്റാണ്ടോളം, അതായത് 50 കൊല്ലത്തോളം ഡൽഹി കേന്ദ്രമാക്കി തൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ ആ വളർച്ചയ്ക്ക് തുടക്കമിട്ടു. വളരെ മാന്യമായിട്ടും തൻ്റെ കഴിവുകൾ
അതായത് ഒരു കാര്യത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടും സാമൂഹ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും വന്ന പ്രശ്നങ്ങളെ നിരീക്ഷിച്ച് ആഴത്തിൽ നിരീക്ഷിച്ച് അദ്ദേഹം ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. അത് പാവനമായ ആ രീതികൾ ആ തെറ്റുവരാതെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ജനങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനും കഴിയുന്ന രീതിയിലാണ് അദ്ദേഹം കോളമിസ്റ്റ് എന്ന രീതിയിലും പത്രപ്രവർത്തനം എന്ന രീതിയിലും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. നമുക്ക് മറക്കാൻ പറ്റില്ല, ദേശീയ തലത്തിലും അന്തർദേശീയത്തിലുമുള്ള ഗഹനമായ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങളിൽ ആഴത്തിൽ ചിന്തിച്ച് അതിന് വേണ്ട രീതിയിൽ, നല്ല രീതിയിൽ, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം തൂലിക കൽപ്പിച്ചുകൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തിന് മാത്രം കിട്ടിയ ഒരു വൈദഗ്ധ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കേരളത്തിൽ ആഗോളതലത്തിൽ തന്നെ, അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോലും അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അന്തർദേശീയ തലത്തിൽ വിവിധ വിദ്യാഭ്യാസ വകുപ്പുകളിലും സർവകലാശാലയിലും അദ്ദേഹം ദീർഘമായിട്ട് തന്നെ ആഴത്തിൽ ചിന്തിച്ച് അതിന് നിരൂപണവും അതിന് വേണ്ട മാർഗവും നിർദ്ദേശവും തന്നിട്ടുണ്ട്. അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുപോലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി. 2018 അദ്ദേഹം നമ്മെ വിട്ടുപിരിയുകയും ചെയ്തു. അത് വലിയ ഒരു ദുഃഖത്തോടു കൂടിയാണ് നമ്മൾ കേട്ടറിഞ്ഞത്. അതുപോലെ 2003 ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി. അതുപോലെ മൊറോക്കോ രാജാവിൻ്റെ ഏറ്റവും വലിയ പരമോന്നത പദവിയായ അലേവിറ്റ വിസ്ഡം കമാൻഡർ വിസ്ഡം പദവി അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അതുപോലെ മറക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഒരുപാട് കീർത്തിചക്രങ്ങളും പരമോന്നത സ്ഥാനങ്ങളും അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹം ആഴത്തിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ്. മാതൃഭൂമി, മനോരമ, സൺഡേ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു മുതലായ എല്ലാ മാസികകളിലും കോളമിസ്റ്റായിരുന്നു. അതിന് അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട്. ആരെയും വെറുപ്പിക്കാതെയും എല്ലാവരെയും സന്തോഷിപ്പിച്ചും കൊണ്ടുള്ള ഒരു എഴുത്ത് രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി 2023 നിര്യാതയായി. ഒരു മകനും ഒരു മകളുമാണ് ഉണ്ടായിരുന്നത്. 2013 തന്നെ മകൻ അന്തരിക്കുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ മാത്രമാണ് ജീവിച്ചിരുന്നത്. സുധാദാക്ഷനായി പത്രപ്രവർത്തനത്തിൽ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ അക്കാഡമിക്ക് ഇത്തരം ഒരു അവസരം വേദിയും ഉണ്ടാക്കിയതിൽ ഞാൻ വളരെ സന്തോഷനാണ്. അതിനോട് എറണാകുളം നിവാസികളായ നിങ്ങളോടും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സാഹിത്യ രംഗത്തും മറ്റ് വിവിധ കലാസാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്ന നേതാക്കളോടും വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ചങ്ങമ്പുഴ പാർക്കിൽ പ്രഗത്ഭനായ പത്രപ്രവർത്തകനും ചെറായിക്കാരനുമായ TVS ഷേണായിയെ അനുസ്മരിക്കുകയാണ്. ഷേണായിയുമായി ഞാൻ അടുത്ത് പരിചയപ്പെടുന്നതും എൻ്റെ കുടുംബത്തിലെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ഷേണായിയെ കണ്ടതും 84 പാർലമെൻറ്റ് അംഗമായി ഡൽഹിയിൽ ചെന്നതിന് ശേഷമാണ്. അന്ന് ഇന്നത്തെ ഡൽഹിയല്ല. ഇന്ന് ഡൽഹി സുരക്ഷാ വലയത്തിൽ വീർപ്പുമുട്ടുകയാണ്. ഞാൻ ചെല്ലുന്ന 84 പാർലമെൻറ്റ് മന്ദിരത്തിനകത്തുകൂടി ബസ് സർവീസ് ഉണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്ന 84 സൗത്ത് അവന്യൂവിൽ നിന്നും രാഷ്ട്രപതി ഭവനിലൂടെ നടന്ന് പാർലമെൻറ്റിൽ കടന്നു വരാമായിരുന്നു. ആ കാലഘട്ടത്തിൽ പാർലമെൻറ്റിലെ ചോദ്യോത്തരങ്ങൾക്ക് ശേഷവും
പ്രസംഗങ്ങൾക്ക് ശേഷവും നേരെ പോകുന്നത് റാഫി മാർഗിലെ INS ബിൽഡിങ്ങിൽ മലയാള മനോരമ ഓഫീസിലേക്കാണ്. കാരണം പ്രസംഗിച്ചതെല്ലാം ഒന്ന് കൊടുക്കണം, ചോദ്യങ്ങളൊന്ന് കൊടുക്കണം. ഇന്നത്തെ പോലെ തത്സമയ പ്രക്ഷേപണമൊന്നുമില്ല. പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് പാർലമെൻ്റ് റിപ്പോർട്ടർ എഴുതി ടൈപ്പ് ചെയ്ത് കയ്യിൽ തന്നാൽ അതാണ് പത്രം ഓഫീസിൽ എത്തിക്കേണ്ടത്. അപ്പോൾ ഈ പാർലമെൻറ്റ് ഹൗസിൽ നിന്നും ഒരു ഇടനാഴിക വഴി ആണ് റാഫി മാർഗിലെത്തുന്നത്. അതും ഈ വാർത്ത, പാർലമെൻറ്റ് വാർത്ത വൈകുന്നേരം 7 മണിക്കുള്ളിൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ അന്ന് പോയില്ല. ആ ഒരു കാലഘട്ടത്തിൽ മലയാള മനോരമയിൽ ചെന്നാൽ ഞങ്ങൾക്കൊക്കെ ഏറ്റവും കുളിർമ നൽകുന്നത് ഒന്ന് മനോരമയുടെ പ്രസിദ്ധമായ നാരങ്ങ ചായ, ഒരു ചെറിയ കപ്പിയിൽ ചായ തരും. 2 TVR ഷേണായി, K ഗോപാലകൃഷ്ണൻ, പിന്നീട് വന്ന D വിജയമോഹൻ എന്നുള്ള പത്രപ്രവർത്തകരുമായുള്ള സംഭാഷണങ്ങൾ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഷേണായി എന്നും ഒരു വഴികാട്ടിയായിരുന്നു. ഞാൻ 84-ൽ പാർലമെൻറ്റിൽ ചെല്ലുമ്പോൾ എനിക്ക് 38 വയസ്സ്. എൻ്റെ 3 മക്കൾ കൂടെയുണ്ട്, കൊച്ചുമക്കൾ കൂടെയുണ്ട്. ഒരാൾ എറണാകുളത്ത് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പെൺകുട്ടി 4ാം ക്ലാസ്സിൽ അവിടെ തന്നെ പഠിക്കുന്നു. ചെറിയ കുട്ടി അവർ ലേഡീസിലാണ്. അപ്പോൾ ഷേണായി എനിക്ക് ആദ്യം നൽകിയ ഉപദേശം, മാഷേ ജീവിതത്തിൽ ഡൽഹിയിൽ വന്നതുകൊണ്ട് മാഷിൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും നേട്ടം കിട്ടുമെങ്കിൽ ഈ കുട്ടികളെ ഡൽഹിയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കണം. അന്ന് ലീഡർ ശ്രീ K കരുണാകരൻ, അദ്ദേഹമാണ് എൻ്റെ പൊളിറ്റിക്കൽ മെൻറ്റർ, എനിക്ക് സ്ഥാനാർത്ഥിത്വം നൽകുകയും എന്നെ വിജയിപ്പിച്ചെത്തിച്ചതൊക്കെ അദ്ദേഹം ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, തന്നെ എറണാകുളത്ത് നിന്ന് ഡൽഹിയിൽ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് മക്കളെ പഠിപ്പിക്കാനല്ല, എറണാകുളത്തെ പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ. അപ്പോൾ എൻ്റെ ഈ ബുദ്ധിമുട്ട് ഷേണായോട് പറഞ്ഞപ്പോൾ ഷേണായി പറഞ്ഞു, മാഷ് അതൊന്നും കണക്കാക്കണ്ട. കരുണാകരനോട് ഞാൻ പറഞ്ഞു, ലീഡറെ വിളിക്കുന്ന കരുണാകരൻ തന്നെയാണ്. അങ്ങനെ ലീഡറുടെ അടുത്ത് ചെന്ന് ഷേണായിയാണ് പറഞ്ഞത്, മാഷിൻ്റെ മക്കൾ ഇവിടെ ഒന്ന് പഠിക്കട്ടെ, അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമെങ്കിൽ അത് ഡൽഹിയിലായിരിക്കും. ഇന്നും എൻ്റെ മക്കൾ അവരെല്ലാം വളർന്ന വലുതായി വലിയ നിലയിൽ ഓരോ തലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഷേണായി അങ്കിളിനെ കുറിച്ച് പറയാറുണ്ട്. അക്കാലത്ത് ഇന്നത്തെ പോലെ വൈകുന്നേരം ഡൽഹിയിൽ പോയി പിറ്റേ ദിവസം ഇവിടെ എത്താൻ കഴിയത്തില്ല. അത്ര വിമാന സർവീസൊന്നുമില്ല. അന്ന് കൊച്ചി വെല്ലിംഗ്ടണിൻ്റെ എയർപോർട്ടിൽ നിന്നും ചെറിയൊരു വിമാനത്തിൽ കയറി ബോംബെയിൽ പോയി, ബോംബെയിൽ നിന്ന് അടുത്ത വിമാനത്തിൽ കയറി ഡൽഹിയിൽ പോകും. ഞങ്ങളൊക്കെ അന്ന് പലപ്പോഴും ട്രെയിനിലാണ് യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങളൊന്ന് ഒത്തുചേരും. ഞാനും കുടുംബാംഗങ്ങളും പള്ളിയിൽ പോയതിനു ശേഷം തിരിച്ച് ഒരു 9 മണിയോടുകൂടി എൻ്റെ സൗത്ത് അവന്യൂ ഫ്ലാറ്റിൽ വരും. TVR ഷേണായി, ഗോപാലകൃഷ്ണൻ, മാധവൻകുട്ടി, UNAയിലെ ജോർജ് വർഗീസ്, ഇത്രയും പേരെങ്കിലും കുറഞ്ഞതുണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾ പറയും 1 ബോട്ടിൽ 5 persons, ഒരു ബോട്ടിൽ കൂടി അന്ന് കാണും. ഷേണായി അല്പം, എല്ലാവരും സ്വല്പം മദ്യപിക്കുന്നവരാണ്. അത് രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 4 മണി വരെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അഗാധമായ ചർച്ചയാണ്. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ഷേണായിക്ക് അതിന് മറുപടിയുണ്ട്. ഒരിക്കൽ എൻ്റെ മക്കളോട് ചോദിച്ചു, യമണ്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയും ഇവനൊരു യമണ്ടനാണ് എന്ന് പറയാം.
നിങ്ങൾക്കറിയോ യമണ്ടൻ? അപ്പോൾ അവർ പറഞ്ഞു, അങ്കിളെ ഞങ്ങൾക്കറിയില്ല യമണ്ടൻ എന്ന് പറഞ്ഞ ഒരു മിടുക്കൻ എന്നാണ്. ആ യമണ്ടൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് യുദ്ധക്കപ്പലാണ്. അത് 2ാം ലോകമഹായുദ്ധകാലത്ത് മദ്രാസ് പോർട്ടിനകത്ത് കയറി വെടിവെച്ചു. അതൊരു വലിയ സംഭവമാണ് അക്കാലത്ത്. അതുകൊണ്ടാണ് യമണ്ടൻ. ഒരിക്കൽ എൻ്റെ മക്കളോട് ചോദിച്ചു, എന്താ ഈ ബഡ്ജറ്റ്? നിങ്ങൾ ബഡ്ജറ്റ് സമ്മേളനം എന്ന് പറയാറുണ്ട്. ബഡ്ജറ്റ് എന്താണ് ബഡ്ജറ്റ്? എൻ്റെ മക്കൾ പറഞ്ഞു, അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് എല്ലാ വർഷവും നടക്കുന്ന സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കുന്ന കണക്ക്. അപ്പോൾ ഷെണായി പറഞ്ഞു, അതല്ല, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചിയാണ് ബഡ്ജറ്റ്. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അന്നൊരു സഞ്ചിയിലാണ് ഈ കണക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടത് ബഡ്ജറ്റായി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഷെണായിക്കൊരു മറുപടിയുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ എന്ത് ഞാനിപ്പോൾ ഈ പ്രസംഗം ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്തൊക്കെ പറയണം എന്നുള്ളത്. അതൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും സംശയങ്ങൾ ചോദിക്കുന്നത് ഷെണായിയോട്. മാത്രമല്ല നല്ലൊരു സുഹൃത്തായിരുന്നു. എനിക്കെതിരായി കുപ്രസിദ്ധമായ ഫ്രഞ്ച് കേസ് വന്നു. അപ്പോൾ ഞാൻ ഷെണായിയോട് പറഞ്ഞു, ഇത് ഞാൻ നിരപരാധിയാണ്, പക്ഷെ പെട്ടുപോയി. അന്ന് ഷെണായിയാണ് എന്നെ സഹായിക്കുന്നത്. ഷെണായി പറഞ്ഞു, മാഷ് ധൈര്യമായിട്ടിരിക്കുക, മാഷ് കുറ്റക്കാരനല്ലെങ്കിൽ മാഷിനെ തൊടില്ല. ആ രീതിയിലുള്ള ബന്ധങ്ങളന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാനിവിടെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴെല്ലാം ഷെണായി വരും. അദ്ദേഹത്തിന് BTH സ്ഥിരം മുറിയുണ്ട്. എനിക്ക് തോന്നുന്നു 240 എൻ്റെ ഓർമ്മ. സ്ഥിരം മുറിയുണ്ട്, അവിടെ താമസിക്കും. അവിടെ ഞങ്ങൾ ഒത്തുകൂടും. എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിക്കും, സംസാരിക്കും. തിരഞ്ഞെടുപ്പ് ചെലവിന് ഒരു തുകയും തരും. ഞാൻ ചോദിച്ചിട്ടല്ല. അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം. അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി എനിക്ക് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു സുഹൃത്ത്. ഏത് വിഷയത്തെക്കുറിച്ചും വളരെ ആഴത്തിൽ പഠിക്കുകയും അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്തുന്ന വിധത്തിൽ എഴുതുകയും ചെയ്യുന്ന ഒരു പ്രഗത്ഭനായ പത്രപ്രവർത്തകനായിരുന്നു ഷെണായി. ഷെണായിയുടെ ലേഖനങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേക ലൈനുകളിലും എന്നും ഒരു പ്രത്യേകത കാണാൻ കഴിയും. അദ്ദേഹത്തിന് അദ്വാനിയുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. RSSുമായി നല്ല അടുപ്പമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അതൊന്നും ആരും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് വ്യക്തതയോടുകൂടി, കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിയും. ആരുടെ മുഖത്ത് നോക്കിയും തെറ്റാണെന്നും ശരിയാണെന്ന് പറഞ്ഞ് അഭിനന്ദിക്കാനും ഷെണായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഷെണായിക്ക് കഴിയും എന്ന് ഓർക്കുന്നുണ്ട്. ശ്രീ K. കരുണാകരൻ, അന്ന് ഡൽഹിയിലെ അതികായനായ രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രി, ഒരിക്കൽ ഞങ്ങളൊക്കെ ഇരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഷെണായി ലീഡ് റോഡ് മാറി എന്ന് ചോദിച്ചു. അന്നൊരു ബൈ ഇലക്ഷൻ വരുന്നു. എന്നാണ് ആ ഇലക്ഷൻ വരി, എപ്പോൾ വരും? ലീഡ് ഒരു ഡേറ്റ് കൊടുത്തു, ഇത്രാം തീയതി ആ ഇലക്ഷൻ വരും. പിറ്റേ ദിവസം ഷെണായിയുടെ അതിൻ്റെ ബൈലൈൻ വന്നു മനോരമയിൽ. കാരണം അന്ന് ഷെണായി എഴുതിയാൽ അതൊരു ബൈബിളാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ പറഞ്ഞ ദിവസങ്ങളിലോ മാസങ്ങളിലോ തിരഞ്ഞെടുപ്പ് നടന്നില്ല. അപ്പോൾ ഷെണായി എന്നോട് പറഞ്ഞു, മാഷെ ഈ ഏർപ്പാട് എൻ്റെ അടുത്ത് വേണ്ട എന്ന് കരുണാകരനോട് ഞാൻ പറയാൻ പോവാം. ഞാൻ പറഞ്ഞു, ഷെണായി ഞാൻ പറയാം. അത് വേണ്ട, താൻ പറയണ്ട. കരുണാകരൻ വന്നു, മാറ്റി വിളിച്ച് ഷെണായി പറഞ്ഞു, മിസ്റ്റർ കരുണാകരൻ, ഡോണ്ട് മിസ്ലീഡ് മീ. മൈ K ലൈൻസ് ആർ ബൈബിൾസ്. അത്രമാത്രമുള്ള ഒരു താൻ എഴുതുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തതയുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം ഞങ്ങൾ TVR ഷെണായി അവാർഡ് എന്ന പേരിൽ പാർലമെൻറ്റിലും അസംബ്ലിയിലും പ്രാഗൽഭ്യം തെളിയിക്കുന്ന പത്രപ്രവർത്തകർക്ക് 1,00,000 രൂപ കൊടുക്കുന്ന TVR ഷെണായി അവാർഡ് ആരംഭിച്ചത്. 2019 ആ അവാർഡ് തുടങ്ങുന്നത്. അന്നത്തെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു
ഉപരാഷ്ട്രപതിയുടെ ഭവനത്തിലാണ് ആദ്യത്തെ ആ അവാർഡ് ദാന ചടങ്ങ് നടത്തിയത്. ആ അവാർഡ് ദാന ചടങ്ങ് നൽകിയത് ഹിന്ദുസ്ഥാൻ ടൈംസിലെ വിനോദ് ശർമ്മ, അദ്ദേഹം പൊളിറ്റിക്കൽ റൈറ്ററാണ്. രണ്ടാമത്തെ അവാർഡ് നൽകിയത് മലയാള മനോരമയുടെ ഡൽഹി കോർഡിനേറ്റർ, അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം ഡി വിജയമോഹന് തിരുവനന്തപുരത്ത് വെച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകി. മൂന്നാമത്തെ അവാർഡ് ശ്രീ സോമനാഥന്, അത് മരണാനന്തരമാണ്, ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകി. നാലാമത്തെ അവാർഡ് 2024 ഇന്ത്യ ടുഡേയിലെ രാജ്ദീപ് സർദേശായി, അതിപ്രഗത്ഭനായ പത്രപ്രവർത്തകനാണ്, അദ്ദേഹത്തിന് മുൻ ഉപരാഷ്ട്രപതി മുഹമ്മദ് ഹമീദ് അൻസാരി നൽകി. ഈ കഴിഞ്ഞ അഞ്ചാമത്തെ അവാർഡ് ഡൽഹിയിൽ വെച്ച് തന്നെ പ്രസിദ്ധ പത്രപ്രവർത്തകനായ വിനോദ് കെ ജോസിന് നൽകുകയുണ്ടായി. അങ്ങനെ TVR ഷെർണായിയുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള TVR ഷെർണായി അവാർഡ്, ആ അവാർഡ് ചടങ്ങ് എന്നും വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. കാരണം പത്രപ്രവർത്തക രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, കാതലായ കാഴ്ചപ്പാടുകളിലുള്ള മാറ്റങ്ങൾ, അതിന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് വെങ്കട് ഇവിടെയുണ്ട്. കാലം മാറിയിരിക്കുന്നു. TVR ഷെർണയുടെ കാലഘട്ടത്തിൽ ഒരു വാർത്ത എഴുതിയാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് 24 മണിക്കൂർ കിട്ടും. ഇത് 24 സെക്കൻഡ് പോലും കിട്ടില്ല. മത്സരമാണ്, വലിയ മത്സരമാണ്. ആ വലിയ മത്സരത്തിൽ സത്യമില്ലാതായി പോകും. ഷെണായി എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ മലയാള മനോരമയിൽ വന്നു എന്ന്. ഷെണായി ബോംബെയിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണ് കോട്ടയത്ത് KM മാത്യു, അതിപ്രഗത്ഭനായ മനോരമയുടെ പത്രാധിപർ, ഷെണായിനെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. കാര്യങ്ങളൊക്കെ ചോദിച്ച ശേഷം KM മാത്യു അല്പം കളിയാക്കുന്നൊരു ടൈപ്പാണ്. അദ്ദേഹം ഇതിഹാസ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഷെണായോട് ചോദിച്ചു, നിങ്ങൾ കൊങ്ങിണിയല്ലേ? നിങ്ങൾ കൊങ്ങിണിക്കാരെല്ലാം കച്ചവടക്കാരല്ലേ? അപ്പോൾ എന്തിനാണ് കച്ചവടക്കാർ ഞങ്ങളുടെ മനോരമയിൽ വന്നത്? അപ്പോൾ ഷെണായി പറഞ്ഞു, നിങ്ങളും ഒരു കച്ചവടമാണ് നടത്തുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ 2 കച്ചവടക്കാരും കൂടി മനോരമ കുറച്ചുകൂടി ഭംഗിയായിട്ട് കൊണ്ടുകിടക്കാൻ കഴിയും. കാരണം ഇന്ന് മനോരമയാണ് MRF ഉള്ളത്. അപ്പം അങ്ങനെ ഏത് കാര്യത്തിനും ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുക ഷെണായിക്ക് കഴിയും. മനോരമയുടെ മേധാവികളുമായി വലിയ ബന്ധമാണ് ഷെണായിക്കുണ്ടായിരുന്നുവെങ്കിലും ചില സന്ദർഭങ്ങളിൽ മനോരമ പാളിയാൽ ഇത് പാളി എന്ന് പറയാനുള്ള ചങ്കൂറ്റം അന്ന് ഷെണായിക്കുണ്ട്. മുഖ്യമന്ത്രിമാർ K. കരുണാകരൻ, AK ആൻ്റണി, VS അച്യുതാനന്ദൻ തുടങ്ങിയ പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരുടെ അടുത്ത് ചെല്ലാനും, അതുപോലെ പ്രധാനമന്ത്രിമാർ, എത്രയോ പ്രഗത്ഭരായ പ്രധാനമന്ത്രിമാരുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഷെണായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കരുത്തനായ സാരഥി, പത്രപ്രവർത്തക രംഗത്ത് എന്നും മികവോടെ നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തെയാണെന്ന് നാം ഓർക്കുന്നത്. ഞാൻ പ്രത്യേകം സംഘാടകരെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ നടത്തിയ സാരി ഡാൻസ്, എനിക്ക് തോന്നുന്നു മൺമറഞ്ഞു പോയ പഴയ കലാരൂപങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമമായി ഞാനതിനെ കാണുകയാണ്. അതോട് ഈ സന്ദർഭത്തിൽ അവതരിപ്പിച്ചതിന് സാഹചര്യം കൊടുത്തതിന് സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ V. ഗോവിന്ദനാഥ്, ഉദ്ഘാടകൻ പ്രിയപ്പെട്ട KB തോമസ് മാഷ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികളെ, സുഹൃത്തുക്കളെ, TVR ഷെണായി എന്ന് പറയുന്ന അതുല്യ പത്രപ്രവർത്തകരെ അദ്ദേഹത്തിൻ്റെ വാർഷിക ദിനത്തിൽ അനുസ്മരിക്കുമ്പോൾ പറയാൻ ഒരു 100 കാര്യങ്ങളുണ്ട്. തോമസ് മാഷ് പറഞ്ഞതുപോലെ
ഒരു സഞ്ചരിക്കുന്ന വിശ്വവിജ്ഞാന കോശമായിട്ടുള്ള ഷെനായ് സാറ് മുതൽ അത്ഭുതകരമായ ഭക്ഷ്യപാനോപചാരങ്ങളുടെ ഉദ്ഘോഷകനും ആഘോഷകനുമായിരുന്ന ഷെനായ് സാർ മുതൽ ഏറ്റവും ശ്രമകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിൽ പോലും നൂഴ്ന്നിറങ്ങി അധികാരി കേന്ദ്രങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന അതുല്യനായ അന്വേഷണാത്മക പ്രവർത്തകൻ എന്ന നിലയിൽ പത്രപ്രവർത്തനത്തിൻ്റെ സരണികളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ അച്ചടി മാധ്യമങ്ങളുടെ സരണിയിൽ പുതിയ പന്ഥാവുകൾ വെട്ടിത്തുളിച്ച ഒരു ക്രാന്തദർശിയായ മാധ്യമ ചിന്തകൻ എന്ന നിലയിൽ അങ്ങനെ പല തലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മാധ്യമ പ്രതിഭാസം, മീഡിയ ഫിനോമിനൻ ആയിരുന്നു TVR ഷെനായ് എന്ന് ലോകമറിഞ്ഞ ഷെനായ് സാബ് എന്ന് ഞാൻ വിളിക്കുന്ന, പലരും ഷെനായ് സാർ എന്ന് വിളിക്കുന്ന, കൂടുതൽ അടുപ്പമുള്ള KV തോമസ് മാഷിനെ പോലുള്ള ആൾക്കാർ TVR എന്ന് വിളിക്കുന്ന ഷെനായ് സാബ്. അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ ഷെനായ് സാറിൻ്റെ പിന്മുറക്കാരനായി പത്രപ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുകയും, ഡൽഹി എന്ന് പറയുന്ന തട്ടകത്തിൽ രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിൻ്റെ മേഖലയിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് പലപ്പോഴും യോജിച്ചും ചിലപ്പോഴൊക്കെ കൊമ്പുകോർത്തുമൊക്കെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു പിന്മുറക്കാരൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഷെനായ് സാബിനെ ഞാൻ കാണുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചോദ്യം. എനിക്ക് തോന്നുന്നു, തോമസ് മാഷ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, എന്തായിരുന്നു ഷെനായ് സാബിൻ്റെ കാലത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെയും ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെയും വ്യത്യാസം എന്താണെന്ന് തോമസ് മാഷ് ഒന്ന് സൂചിപ്പിച്ചു പോയി. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, മാധ്യമപ്രവർത്തനത്തിൽ ഷെനായ് സാബ് കണ്ടിരുന്ന ഏറ്റവും മൂല്യവത്തായ ഘടകം വിശ്വാസ്യത, ക്രെഡിബിലിറ്റി. ആ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന മൂല്യത്തിന്, ആ ഘടകത്തിന് യാതൊരു മൂല്യവുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് സമകാലിക മാധ്യമ പ്രവർത്തനം പോയിരിക്കുന്നതുകൊണ്ട് ഷെനായ് സാബിനെ ആ അർത്ഥത്തിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെയും മാധ്യമ വിശ്വാസ്യതയുടെയും തലത്തിൽ അടയാളപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഷെനായ് സാർ ഒരു മാധ്യമ പ്രതിഭാസമായിരുന്നു എന്ന്. ഷെനായ് സാറിനെ ഞാൻ പരിചയപ്പെട്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ മലയാള സാഹിത്യത്തിലെ വലിയ പ്രകാശഗോപുരങ്ങളിലൊന്നായിരുന്ന VKN, വടക്കേക്കൂട്ടാല നാരായണൻ നായർ, അദ്ദേഹവും ഡൽഹിയിൽ കുറച്ചു കാലം മാധ്യമപ്രവർത്തനമായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, എല്ലായിടത്തും ചാതുർവർണ്ണത്തിൻ്റെ പുതിയ പുതിയ രൂപങ്ങൾ കടന്നു വരുന്ന ഒരു തമാശ കാലമാണിത്. ഷെനായ് സാറിനെ ഞാൻ പരിചയപ്പെട്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ 88 കോഴിക്കോട് വെച്ചൊരു സദസ്സിൽ വെച്ചാണ് VKN അത് പറയുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്.
വക്കീലന്മാരെ പറ്റിയുള്ള അതിൽ പുതിയ ചാതുർവർണ്ണ്യം എങ്ങനെയാണ് നടപ്പാവുന്നതെന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ പറയുന്നുണ്ട്. ഇപ്പോൾ വക്കീലന്മാരുടെ ജീവിതത്തിലെ ചാതുർവർണ്ണ്യം ആദ്യം ശൂദ്രസ്ഥാനമാണ്. കേസില്ല, ഫീസില്ല. പിന്നെ വൈശ്യൻ്റെ സ്ഥാനത്ത് വരുന്നു, കേസുണ്ട്, ഫീസില്ല. പിന്നെ ക്ഷത്രിയൻ്റെ സ്ഥാനത്തെത്തുമ്പോൾ കേസുണ്ട്, ഫീസുണ്ട്. പിന്നെ ബ്രാഹ്മണൻ്റെ പദവിയിലെത്തുമ്പോൾ കേസില്ല, ഫീസുണ്ട്. അങ്ങനെയാണ് ഒരു പുതിയ ചാതുർവർണ്ണ്യം നടപ്പായി വരുന്നത്. അപ്പോൾ വി കെ അന്ന് പറഞ്ഞത് മാധ്യമപ്രവർത്തനത്തിൻ്റെ തലത്തിലും ഇങ്ങനെയുള്ള ചില പരിപാടികളുണ്ട്. കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ നമ്മുടെ പഴയ ചാതുർവർണ്ണ്യത്തിൻ്റെ രീതിയിലുള്ള വിവേചനാത്മകമായ അല്ലെങ്കിൽ മനുഷ്യരെ വർണ്ണത്തിൻ്റെയും രൂപത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ വിവേചനം കാട്ടിക്കുന്ന രീതിയിലല്ല, പക്ഷേ കഴിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചാതുർവർണ്ണ്യമുണ്ടെന്ന് തമാശയായിട്ട് വയ്ക്കാൻ പറയുകയും, അങ്ങനെ മാധ്യമപ്രവർത്തനത്തിൽ ഈ തരത്തിൽ പലതരത്തിൽ പ്രവർത്തിക്കുന്ന, കഷ്ടപ്പെട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ട് ശരിയാവാത്ത ആൾക്കാർ, കഷ്ടപ്പെട്ട് ശ്രമിച്ച് ഒരുവിധം പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ, കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, പിന്നെ കഷ്ടപ്പാടൊന്നുമില്ലാതെ തന്നെ നേട്ടങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ഒരു ചാതുർവർണ്ണ്യത്തെപ്പറ്റി വി കെ എന്ന് പറയണ്ടായി. പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് വി കെ പറഞ്ഞു, ഇതിനെല്ലാം അപ്പുറത്ത് പോകുന്ന ചില പ്രതിഭാസങ്ങളുണ്ട്. അതെല്ലാ രംഗത്തുമുണ്ട്, മാധ്യമരംഗത്തുമുണ്ട്, സാഹിത്യത്തിൻ്റെ രംഗത്തുമുണ്ട്, മറ്റെല്ലാ രംഗങ്ങളിലും നമ്മൾ അതുപോലെയുള്ള മനുഷ്യരെ കാണും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പറയുന്നത് ഉഗ്രോഗ്രൻ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉഗ്രോഗ്രനാണ് TVR ഷെണായി എന്നാണ് ആ 88 അന്ന് വൈകുന്നേരം ഞങ്ങളുടെ സദസ്സിൽ വി കെ പറഞ്ഞത്. വി കെ ഈ കാര്യം അദ്ദേഹത്തിൻ്റെ കഥയിലും അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ഷെണായ് സാറിനോട് സംസാരിച്ച് ഇത്രയും വലിയൊരു സംഭാഷണ വിദഗ്ധൻ ഏത് സദസ്സിൽ കൊണ്ടുപോയി ഇരുത്തിയാലും അവിടെ ഷെണായ് സാറിൻ്റെ സംഭാഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ചുറ്റും കൂടും. പ്രത്യേകം നമ്മൾ പലപ്പോഴും തമാശയായിട്ട് പറയും, ഇത് കാശ് വെച്ച് ഈ ഷെണായ് സാറിൻ്റെ സംഭാഷണം പരിപാടി നടത്തിയാൽ പോലും ആൾക്ക് കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് വി കെ പറഞ്ഞത്, സാധാരണ കച്ചേരികൾ നന്നാവണമെങ്കിൽ, കൊഴുക്കണമെങ്കിൽ പക്കമേളം വേണം, അല്ലെങ്കിൽ ഒരു കച്ചേരിയും കൊഴുക്കില്ല. അപ്പോൾ മൂപ്പരൊരു കഥയിൽ എഴുതിയതാണ് പക്കമേളം TVR ഷെണായി എന്നാണ് അദ്ദേഹം എഴുതിയത്. എന്ന് വെച്ചാൽ ഈ പക്കമേളം ഇല്ലെങ്കിൽ കാര്യം നടക്കില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ മാധ്യമ പ്രതിഭാസം എന്ന് പറയുന്ന ഷെണായ് സാറ്, അദ്ദേഹത്തെ നമ്മളിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അടയാളപ്പെടുത്തേണ്ട കാര്യങ്ങൾ അത് മാത്രമാണ് ഞാൻ ചരിത്രപരമായി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഷെണായ് സാറിൻ്റെ പിന്മുറക്കാരനായി മാധ്യമപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നു. കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 1977 മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന കീട എൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. ഷെണായ് സാറും KR ചുമ്മാറും അന്ന് മാതൃഭൂമിയിലും, വി കെ മാധവൻകുട്ടി വി കെ മാധവൻകുട്ടി മാതൃഭൂമിയിലും, ഷെണായ് സാറും ചുമ്മാറും മനോരമയിലും, വി കെ മാധവൻകുട്ടി മാതൃഭൂമിയിലും, നരിക്കുട്ടി മോഹനും അപ്പുക്കുട്ടൻ വള്ളിക്കുന്നും ദേശാഭിമാനിയിലും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കുന്ന രാഷ്ട്രീയ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പോൾ ഇവരെല്ലാം നമ്മൾ മാതൃകാ ബിംബങ്ങളായി കണ്ടുകൊണ്ട് ഇവരുടെ വഴിയിൽ മാധ്യമ പ്രവർത്തനത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. ഒടുവിൽ 1985 ഞാൻ ഡൽഹിയിൽ ദേശാഭിമാനിയുടെ ലേഖകനായിട്ട് അവിടെ ചെല്ലുന്നു. ആ ചെല്ലുന്ന സമയത്ത് തോമസ് സാറ് പറഞ്ഞതുപോലെ മനോരമയുടെ എല്ലാമായിട്ട് ഷെണായ് സാർ അവിടെയുണ്ട്.
മാതൃഭൂമിയുടെ എല്ലാമായിട്ട് വി.കെ. മാധവൻകുട്ടി അവിടെയുണ്ട്. കേരള കൗമുദിയുടെ ഒരു വലിയ ബിംബമായിട്ട് നരേന്ദ്രൻ സാറുണ്ട്. നരിക്കുട്ടി മോഹൻ അപ്പോഴത്തേക്ക് പോയി കഴിഞ്ഞു. പക്ഷേ അപ്പുക്കുട്ടൻ വിളി നരിക്കുട്ടി മോഹൻ്റെ കഥകളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ദേശാമാനിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയ പ്രവർത്തനത്തിൻ്റെ കഥകൾ. അപ്പോൾ ഞാൻ ഈ പിൽക്കാലത്ത് ഇവിടെ ഓരോ ആൾക്കാരുടെയും പ്രവർത്തനത്തെ സവിശേഷമായി എടുത്ത് പരിശോധിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, വി.കെ. മാധവൻകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് റിപ്പോർട്ടറായിരുന്നു. മാധ്യമപ്രവർത്തനത്തിൻ്റെ വിവിധ തലങ്ങളിൽ റിപ്പോർട്ടിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു അൾട്ടിമേറ്റ് റിപ്പോർട്ടറായിരുന്നു വി.കെ. മാധവൻകുട്ടി. അദ്ദേഹം ചെന്നെത്താത്ത സ്ഥലമില്ല. ഒരു വിഷയം നടക്കുകയാണെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ കണ്ടിരിക്കണമോ അവരെയൊക്കെ കാണാൻ മറ്റ് ഏത് മാധ്യമ പ്രവർത്തകരെക്കാളും മുമ്പിൽ, അന്ന് ടെലിവിഷനൊന്നുമില്ല കാലമല്ല, ഇപ്പോഴത്തെ പോലെ ടെലിവിഷൻകാർ അവരുടെ വടിയും എടുത്ത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിറകെ ഓടുന്ന സമയമല്ല. നിങ്ങൾ വളരെ മെനക്കെട്ട ആൾക്കാരെ പോയി കണ്ട് സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയ സമയം എന്താ വെച്ചാൽ, മാധവൻകുട്ടി സാറ് എത്താത്ത സ്ഥലമില്ല നമുക്കറിയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ഏത് വിദേശയാത്ര ഏത് നാട്ടിലേക്ക് പോയാലും ആ കൂട്ടത്തിൽ മാധവൻകുട്ടി സാറുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ റിപ്പോർട്ടിങ്ങിൻ്റെ വലിയ ഒരു കഴിവ് ഉള്ള, റിപ്പോർട്ടിങ്ങിൻ്റെ മേഖലയിൽ എവിടെയും ചെന്നെത്തുന്ന ഒരാളായിരുന്നു വി.കെ. മാധവൻകുട്ടി. നന്നായിട്ട് കായികമായി അധ്വാനിച്ച് തന്നെ തൻ്റെ റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു മാധവൻകുട്ടി. നരേന്ദ്ര സാറ് നേരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം കേരള കൗമുദിയുടെ ഓഫീസിൽ രാവിലെ 8 മണിക്ക് വരും. ഉച്ചയ്ക്ക് 1 മണി വരെ അവിടെ ഇരിക്കും. ഈ 8 മണിക്കും 1 മണിക്കും ഇടയിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ മുറിയിൽ, മാധവൻകുട്ടി അങ്ങോട്ട് പോയ ആൾക്കാരെ കാണുന്ന സമയത്ത് നരേന്ദ്രൻ സാറിന്, നായർ സാറിന് ഞങ്ങൾ വിളിക്കുക, നരേന്ദ്രൻ്റെ മുറിയിൽ ഏതാണ്ട് ഈ 8 മണിക്കും 1 മണിക്കും ഇടയിൽ ഏതാണ്ട് ഒരു 60 പേര് ഒന്ന് അദ്ദേഹത്തിന്, അതിൽ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, ബ്യൂറോക്രാറ്റുകളുണ്ടാവും, രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, IB ഏജൻറ്റുമാരുണ്ടാവും, വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ടാവും. ഇവരെല്ലാം രാവിലെ ഒരു 8 മണി മുതൽ 1 മണിയാകുമ്പോഴേക്ക് നരേന്ദ്ര സാറിൻ്റെ റൂമിലേക്ക് എത്തി ആശയവിനിമയം നടത്തി. അത് കഴിഞ്ഞ് മൂപ്പര് ഉച്ചയ്ക്ക് വീട്ടിൽ പോവും. പിന്നെ തിരിച്ചു വരുന്നത് 3:30-4 മണിക്കാണ്. 4 മണിക്ക് വന്നാൽ പിന്നെ ഒരു 8 മണി വരെ ഓഫീസ് കാണും. അപ്പോഴും ഇതേപോലെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അങ്ങോട്ടിങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇത് പത്രപ്രവർത്തനത്തിൻ്റെ വേറൊരു രീതിയാണ്. ഇദ്ദേഹം റിപ്പോർട്ടിംഗ് ആയിരുന്നു. മാധവൻകുട്ടിയുടെ റിപ്പോർട്ടിംഗ് ഒരു പ്രത്യേക രീതി, നരേന്ദ്ര സാറിൻ്റെ റിപ്പോർട്ടിംഗ് വേറെ രീതി. നരിക്കുട്ടി മോഹനും അപ്പുക്കുട്ടൻ പുള്ളിക്കൊന്നും അവരുടെ പത്രത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ആ ഒരു വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ രീതിയിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ വേണ്ട വിധത്തിലുള്ള മാധ്യമപ്രവർത്തനം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു ഷെനായ് സാറിൻ്റെ സമഗ്രമായ മാധ്യമപ്രവർത്തനം. സമഗ്രമായ മാധ്യമപ്രവർത്തനം എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ അതിൽ ഒരേ സമയം അതുല്യമായ റിപ്പോർട്ടിംഗ്, കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ അതിൻ്റെ അങ്ങേ അറ്റം വരെ അന്വേഷിച്ച് പരിശോധിച്ച് അതിന് കാണേണ്ട സ്രോതസ്സുകളെ കണ്ടെത്തി നടത്തുന്ന സൂക്ഷ്മമായ വലിയ റിപ്പോർട്ടിംഗ് സ്കിൽ ഒരു വശത്ത്, പിന്നെ വാർത്തകളെ വിശകലനം ചെയ്യുന്നതിൽ ഷെനായ് സാറിനുള്ള അസാമാന്യമായ കഴിവ്. നിങ്ങളിത് പലരും അദ്ദേഹത്തിൻ്റെ 70കളിലെയും 80കളിലെയും ഒക്കെ റിപ്പോർട്ടുകൾ വായിച്ചിട്ടുണ്ടാവും. തോമസ് മാഷൊക്കെ സ്ഥിരമായിട്ട്. അപ്പോൾ അത് ഒരു പ്രത്യേക രീതിയിലാണ്, അത് വളരെ ലളിതമായ ഭാഷയിൽ 1, 2, 3, 4, 5 ബുള്ളറ്റ് പോയിൻ്റുകൾ നിരത്തിക്കൊണ്ടാണ് ഷെനായ് സാറിൻ്റെ റൈറ്റിംഗ് ഉണ്ടാവുക. വളരെ ലളിതമായിട്ട്, അതായത് വളച്ചുകെട്ടലോ
അത് ഞാനിതിനെപ്പറ്റി ഷെനായ് സാറ് മനോരമ വിട്ട് 90കളിൽ സൺഡേ മെയിൽ എന്ന് പറയുന്ന ഒരു വീക്കെൻഡർ പത്രം ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹം സൺഡേ മെയിലിലെ സ്റ്റാഫിന് വേണ്ടി എടുത്ത ക്ലാസ്സുകളുടെ ഒരു നോട്ടുണ്ട്. എന്താണ് റിപ്പോർട്ടർമാർക്ക് എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു 7 പോയിൻ്റുള്ള ഒരു നോട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ആ സമയത്ത് ഞാനൊരു ചെറുപ്പക്കാരൻ അത്യാവശ്യം തിരക്കേടില്ലാതെ മാധ്യമപ്രവർത്തനം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഈ നോട്ട് ഞാനുമായിട്ടും കൂടെ ഷെയർ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇത് കേവലമായ റിപ്പോർട്ടിംഗ് അല്ല, പക്ഷേ ഇതിനെ വിശകലനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആഴത്തിലുള്ള വിശകലനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിശകലനാത്മക റിപ്പോർട്ടിംഗാണ്. കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഷെനായ് സാറിൻ്റെ മാധ്യമപ്രവർത്തനം സമഗ്രമായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണതാണ്. ഇപ്പം മാധവൻകുട്ടി ഒരു സ്ഥലത്ത് പോയി പ്രത്യക്ഷത്തിൽ അവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും. പക്ഷെ എൻ്റെയൊക്കെ കാലത്ത് തന്നെയാണ് ഞാനൊക്കെ ഡൽഹിയിൽ ദേശാഭിമാനിയുടെയും പിന്നീട് ഹിന്ദുവിൻ്റെയും ഫ്രണ്ട് ലൈൻ്റെയും ലേഖകനായി പ്രവർത്തിക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് കുംഭകോണം ഹർഷദ് മേസ്തയുടെ കേസ് ഉണ്ടാവുന്നത്. ആ സമയത്ത് ഷെനായ് സാർ എഴുതിയ പരമ്പരകൾ അത് ഒരു പത്രത്തിലല്ല 3-4 പത്രങ്ങളിൽ സിൻഡിക്കേറ്റഡായിട്ട് അച്ചടിച്ചു വന്നു. ഈ ഹർഷദ് മേഹ്തയുടെ ആ സാമ്രാജ്യം അതെങ്ങനെയാണ് കെട്ടിപ്പൊക്കിയത്, ആ കെട്ടിപ്പൊക്കിയതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള വലിയ കളികൾ എന്തൊക്കെയായിരുന്നു, ഇതെല്ലാം വളരെ സൂക്ഷ്മമായി അന്വേഷിച്ചുകൊണ്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഉള്ള റിപ്പോർട്ടുകളാണ് ഷെനായ് സാറിൻ്റെ ഭാഗത്തുനിന്ന് ആ സമയത്തുണ്ടായത്. ഞാൻ ഈ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് പോവുകയാണ്. ഞാൻ പറഞ്ഞു 80കളുടെ തുടക്കത്തിലാണ്, 80കളുടെ മധ്യകാലത്താണ്, 85ലാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത്. ആ സമയത്ത് ഷെനായ് സാർ മനോരമയിലാണ്. 90കളുടെ തുടക്കത്തിലാണ് അദ്ദേഹം സൺഡേ മെയിൽ സ്ഥാപിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കാലത്തിൻ്റെ ഒരു പകർച്ചയുണ്ട്. ഈ ഹർഷദ് മേത്ത കേസിലെ അന്വേഷണമൊക്കെ അതിന് ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സമഗ്രതയുടെ ഒരു ധാര മാധ്യമപ്രവർത്തനത്തിൽ റിപ്പോർട്ടിംഗ് മാത്രമല്ല, റിപ്പോർട്ടിങ്ങിനൊപ്പം വിശകലനവും വിശ്ലേഷണവും. കഴിഞ്ഞില്ല. ഷെനായ് സാറിൻ്റെ നേതൃത്വത്തിൽ മലയാള മനോരമയിൽ കടന്നു വന്നിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള പരിഷ്കാരങ്ങൾ, സാങ്കേതികമായി അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, അതിന് നേതൃത്വം കൊടുത്തത് മലയാളത്തിലെ പ്രിൻ്റ് മാധ്യമരംഗം പൊതുവിൽ ലോകോത്തരമായ രീതിയിൽ ആധുനിക പരിഷ്കാരങ്ങളെ സ്വീകരിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാരമ്പര്യം മലയാളത്തിലെ അച്ചടി മാധ്യമ രംഗത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും 1980കളുടെ അവസാനം മുതൽ 90കളുടെ തുടക്കം മുതൽ 2000ൻ്റെ വർഷങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ ഈ ലോകത്ത് അച്ചടി മാധ്യമ രംഗത്ത് നടക്കുന്ന വലിയ കുതിച്ചുചാട്ടങ്ങൾക്കൊപ്പം നിൽക്കുകയായിരുന്നു മലയാളത്തിലെ അച്ചടി മാധ്യമങ്ങളെല്ലാം. അതിൽ മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്, ദേശാഭിമാനിയുണ്ട്, അതിന് ജനയുഗം വരെയുണ്ട്. അപ്പോൾ എല്ലാ പത്രങ്ങൾക്കും ആ രീതിയിൽ സമകാലികമായ സാങ്കേതിക വിദ്യയെ സ്വായത്തമാക്കുകയും അതിന് അടിസ്ഥാനത്തിൽ ഉള്ള കൂടുതൽ സൂക്ഷ്മമായ കൂടുതൽ മെച്ചപ്പെട്ട മാധ്യമപ്രവർത്തനം നടത്താനുള്ള ശ്രമങ്ങൾ നടത്താനുമുള്ള ഒരു ത്വരകം, ഒരു കാറ്റലിസ്റ്റ് നമ്മുടെ മാധ്യമരംഗത്തുണ്ടായിരുന്നു. ഈ ത്വരകമുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് TVR ഷെനോയ്. അദ്ദേഹമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമ വിശാരദന്മാരെയും സാങ്കേതിക വിദഗ്ധന്മാരെയും ഒക്കെ മനോരമയിൽ ക്ഷണിച്ചു കൊണ്ടുവരികയും മനോരമയുടെ താളുകളിൽ കൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള സാങ്കേതികമായ മികവിൻ്റെ വലിയ വലിയ സംഭവങ്ങൾ കാണുന്നത്.
അപ്പോൾ ഒരു റിപ്പോർട്ടർ എന്ന നിലയിലുള്ള സൂക്ഷ്മമായ കഴിവുകൾ, ഒരു വിശ്ലേഷകൻ, ഒരു അനലിസ്റ്റ് എന്ന നിലയിലുള്ള സവിശേഷമായ കഴിവുകൾ, അത് സാധാരണക്കാർക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലെത്തിക്കാനുള്ള വലിയ കമ്മ്യൂണിക്കേഷൻ, സംവേദനത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ കഴിവ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ കഴിവുകൾ, ഇതോടെല്ലാം ഒപ്പം ഒരു മീഡിയ വിഷനറി, മാധ്യമരംഗത്ത് എങ്ങനെയാണ് മാധ്യമങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വലിയ പ്രവാചക സ്വഭാവമുള്ള ഒരു നിരീക്ഷണ പടുവിൻ്റെ കഴിവുകളുള്ള ആ രീതിയിലുള്ള ഒരു വിഷനറി കൂടിയായിരുന്നു. ഈ വിഷനറി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ ഷെണായ് സാറിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറെക്കാലം വളരെ അടുത്ത സുഹൃത്തും ഇപ്പോഴും നമ്മുടെ ഇടയിൽ സജീവമായി മാധ്യമരംഗത്തെപ്പറ്റി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന തോമസ് ജേക്കബ് സാറ്, മനോരമയുടെ ന്യൂസ് കോർഡിനേറ്ററായിട്ട്, ന്യൂസ് ഡയറക്ടറായിട്ട് വിരമിച്ച തോമസ് ജേക്കബ് സാറ്. അങ്ങനെ ഇവർ രണ്ടും തമ്മിലുള്ള ഒരു ജുഗൽബന്ദി എന്ന് വേണമെങ്കിൽ പറയാം. ആ ജുഗൽബന്ദിയാണ് നമ്മുടെ മലയാള മാധ്യമ രംഗത്തെ ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ ആകാശങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവച്ചത്. അങ്ങനെ ഒരു നേതൃത്വം ആ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ മറ്റെല്ലാ പത്രങ്ങളിലുമുള്ള ആൾക്കാരും ഈ വഴി പിന്തുടരാൻ വേണ്ടി നിർബന്ധിതരായി. അങ്ങനെ ഈ 4 വലിയ മാധ്യമ രംഗത്തെ വലിയ പ്രാഗൽഭ്യങ്ങളുടെ ആകത്തുകയായിരുന്നു. സമാനമായ രീതിയിൽ ആരെയും കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, മാധവൻകുട്ടി സാറിൻ്റെതായിട്ടുള്ള കഴിവുണ്ടായിരുന്നു, നായർ സാറിന് വിളിക്കുന്ന നരേന്ദ്രൻ്റെതായിട്ടുള്ള കഴിവുകളുണ്ടായിരുന്നു, നരിക്കുട്ടി മോഹനും അപ്പുക്കുട്ടൻ പള്ളിക്കുന്നിനും അവരുടേതായ കഴിവുകളുണ്ടായിരുന്നു. അതെല്ലാം അവരുടേതായ നിലയിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷേ TVR ഷെണായിയെ പോലെ ഈ എല്ലാ ധാരകളെയും ഒരു വ്യക്തിത്വത്തിൽ ഉൾക്കൊള്ളിച്ച ഒരു മാധ്യമ പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രതിഭയെ നമ്മൾക്ക് വളരെ വിരളമായി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സമഗ്രമായി മാധ്യമരംഗത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വം ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ എല്ലാം അടിത്തറ എന്തായിരുന്നു? ഇതിൻ്റെ എല്ലാം അടിത്തറ വിശ്വാസ്യതയോടുള്ള, മീഡിയ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന മാധ്യമ വിശ്വാസ്യതയോടുള്ള അചഞ്ചലമായ കൂറായിരുന്നു. അതായിരുന്നു ഈ വലിയ 3 ധാരകൾ, ഈ 4 ധാരകളെപ്പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ ഈ 4 ധാരകളെയും ഒന്നിച്ചു ചേർത്ത് കൊണ്ടുവന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മീഡിയ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത എന്ന് പറയുന്ന കാര്യമായിരുന്നു. തോമസ് സാറ് പറയുണ്ടായി, ലാൽകൃഷ്ണ അദ്വാനിയുമായിട്ടും അടൽ ബിഹാരി വാജ്പേയിയുമായിട്ടും സവിശേഷമായ അടുപ്പം TVR ഷെണായിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ, ഷെണായ് സാറിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ഈ ആഭിമുഖ്യം രാഷ്ട്രീയമായി വ്യക്തിപരമായ തലത്തിൽ കൂടുതൽ പ്രകടമാവുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ ആ പ്രകടമായ പക്ഷപാതിത്വം ഒരിക്കലും കടന്നു വരികയുണ്ടായില്ല. ഞാൻ ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഞാനൊരു ഇടതുപക്ഷ മാധ്യമത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അത് വളരെ പ്രകടമായും പ്രത്യയശാസ്ത്രപരമായും ആശയപരമായും ഉള്ള വ്യത്യസ്തമായ നിലപാടുകൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ചെറുപ്പക്കാരെന്ന് പറയുന്നൊരു മാധ്യമ പ്രവർത്തകനെ സ്വീകരിക്കുന്നതിൽ, അയാളെ അടയാളപ്പെടുത്തുന്നതിൽ, അയാളുമായി സംവദിക്കുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ശക്തി ദൗർബല്യങ്ങൾ സംസാരിക്കുന്നതിൽ, വിശകലനം ചെയ്യുന്നതിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട് 1980കളിലും 90കളിലുമൊക്കെ അദ്ദേഹം ഇടതുപക്ഷം ദേശീയ തലത്തിൽ ഇന്നത്തെക്കാളും കൂടുതൽ സജീവമായി ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുമായുള്ള വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ
മാധ്യമ സംബന്ധിയായ സൈദ്ധാന്തിക ചർച്ചകളിലൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയെ അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് ഷെനായ് സാർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം എഴുതുമ്പോഴും ഈ രീതിയിൽ ഉള്ള ഒരു പ്രസക്തി അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിരുന്നത്. ഷെനായ് സാറിനെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടുള്ളത്, ഈ ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ ആദ്യ പ്രവർത്തന നാളുകളിൽ ഷെനായ് സാറ് ആ പാർട്ടിയെ അടയാളപ്പെടുത്തുകയും ഇന്ത്യയുടെ സവിശേഷമായ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ പാർട്ടി വലിയ പാർട്ടിയായി മാറുമെന്ന് 1960കളുടെ തുടക്കത്തിൽ തന്നെ ഷെനായ് സാർ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് എന്നോട് ഷെനായ് സാറിൻ്റെ സമശീർഷനായ ഒരു ബ്യൂറോക്രാറ്റ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ഇന്ത്യൻ മാധ്യമ പ്രവർത്തനത്തെയും ഒക്കെ കാണാൻ കഴിയുകയും അതിൽ ദൂരവ്യാപകമായ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്ന ഇടപെടലുകൾ നടത്തുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു ഷെനായ് സാബ്. പക്ഷെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളുടെ ഈ കിടമത്സരത്തിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള അതിഭയങ്കരമായ വഴിപിഴക്കലുകൾ അദ്ദേഹം ഒരേ സമയം ദുഃഖിതനും ക്ഷുഭിതനുമാക്കിയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള പല ടെലിവിഷൻ റിപ്പോർട്ടർമാരോടും ചോദിക്കുന്നത്, കേവലം ഏറ്റവും പ്രാഥമികമായ തലത്തിലെങ്കിലും നമ്മുടെ ഭരണഘടനയെപ്പറ്റിയും നമ്മുടെ നിയമസഭകളുടെയും പാർലമെൻറ്റിൻ്റെയും ഒക്കെ പ്രവർത്തനത്തെപ്പറ്റിയും അതിൽ ഓരോ സഭയ്ക്കുമുള്ള പ്രാധാന്യത്തെപ്പറ്റിയും ആ ഓരോ സഭയുടെയും പ്രവർത്തന രീതികളിലെ ഈശ്വൽ ഭേദങ്ങളെക്കുറിച്ചും ഒന്നും പഠിക്കാതെ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് എന്തെങ്കിലും വിളിച്ചു പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം കിട്ടുന്നു എന്ന് എൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം ഒരേ സമയം സങ്കടത്തോടെയും ക്ഷോഭത്തോടെയും എത്രയോ ഇപ്പോഴത്തെ വലിയ വലിയ പ്രശസ്ത താരങ്ങളോട് ചോദിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പേരുകൾ ഞാൻ പുറത്തു പറയുന്നില്ല, ഇന്നിപ്പോൾ വലിയ പ്രശസ്ത താരങ്ങളാണ് അവരൊക്കെ. പക്ഷേ നമ്മൾ ദിനേന എന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഉള്ള അപജയങ്ങൾ, വിശ്വാസ്യത തകർച്ചകൾ, മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന മൂല്യസമ്പ്രദായങ്ങളും ചട്ടവട്ടങ്ങളും മനസ്സിലാകാതെയുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ TVR ഷെനായ് എന്ന് പറയുന്ന ഒരു മഹാപത്രപ്രവർത്തകൻ്റെ സ്മരണ നമ്മൾ കേവലം അയവിറക്കുക മാത്രമല്ല, ആ മൂല്യങ്ങളെ എങ്ങനെ സമകാലികമായി വ്യാഖ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് കൂടി ആലോചിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ദിനാചരണം നമ്മൾ നടത്തുമ്പോൾ TVR ഷെനായ്ക്കയുടെ പേരിൽ നമ്മൾ ഒരു ദിനം ആചരിക്കുമ്പോൾ ഈ ഒരു സ്മരണ എന്നുള്ളത് കേവലം വൈയക്തികമായ സ്മരണയ്ക്കപ്പുറം പോയി ഷെനായ് സാബ് പ്രതിനിധാനം ചെയ്ത മാധ്യമ മൂല്യ വിചാരങ്ങൾ അത് കൂടുതൽ വ്യാപകമായി പ്രചരിപ്പിക്കാനും പുതിയ തലമുറയ്ക്കും പുതിയ മാധ്യമ സമൂഹത്തിനും എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആലോചന ഈ പരിപാടിയുടെ സംഘാടകരായ സംഘടനകൾ, ഒന്നിൽ കൂടുതൽ സംഘടനകൾ ഒന്നു ചേർന്നാണ് നടത്തിയതെന്ന് എനിക്കറിയാം. ഇതിൽ മാധ്യമരംഗത്തെ പ്രതിനിധി ആൾക്കാരും ഈ സംഘാടകത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ആ മൂല്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്
ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായും KV തോമസ് മാഷിൻ്റെ നേതൃത്വത്തിൽ നൽകുന്ന TVR ഷെണോയ് അവാർഡ്, ആ അവാർഡ് ഇതുവരെ നൽകപ്പെട്ടിട്ടുള്ള മാധ്യമപ്രവർത്തകരെല്ലാം ഷെണായ് സാബിൻ്റെ പന്ഥാവിൽ ഉദാത്തമായ, പലതരത്തിലും പ്രസക്തമായ, ചില തലങ്ങളിൽ സമഗ്രമായ പത്രപ്രവർത്തനം നടത്താൻ ശ്രമിച്ചിട്ടുള്ളവരാണ്. ആ ശ്രമങ്ങളിൽ ഏറെയും കുറഞ്ഞുമുള്ള വിജയങ്ങൾ നേടിയവരാണ്. അപ്പോൾ ആ രീതിയിൽ ഷെണായ് സാർ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആശയങ്ങളുടെ ഭാഗമായുള്ള മാധ്യമ പരിപ്രേക്ഷ്യങ്ങളുടെ, അതിൻ്റെ സാമൂഹികമായ അർത്ഥതലങ്ങളുടെ ഒക്കെ വീണ്ടെടുക്കൽ, തിരിച്ചുപിടിക്കൽ നടത്താൻ ഇത്തരമൊരു വേദിയിൽ നിന്ന് ഒരു ആഹ്വാനമുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട തോമസ് മാസ്റ്റർ, പ്രശസ്ത പത്രപ്രവർത്തകനായ വെങ്കടേഷ് രാമകൃഷ്ണൻ, വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, അതിപ്രശസ്തനായ പത്രപ്രവർത്തകനും അതിവിദഗ്ധനായ രാഷ്ട്രീയ വ്യാഖ്യാതാവും എന്നാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇത്രയധികം അദ്ദേഹം, ഇവിടെ തോമസ് മാഷും വെങ്കടേഷ് രാമകൃഷ്ണനും ഒക്കെ പറഞ്ഞ പോലെ അദ്ദേഹം സഞ്ചരിക്കുന്ന ഒരു രാഷ്ട്രീയ വിജ്ഞാനകോശം തന്നെയായിരുന്നു. TVR ഷെണായി ചെങ്ങമ്പഴ പാർക്കിൽ ഒരു തവണ മാത്രമാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ പ്രിയങ്കരനായ സാനു മാസ്റ്ററുടെ നവതി ആഘോഷത്തിന് ഒരു പ്രസംഗം നടത്താൻ വേണ്ടിയാണ്. അന്ന് ഷെണായിയോടൊപ്പം മഹാരാജാസ് കോളേജിൽ അദ്ദേഹത്തിൻ്റെ സതീർത്ഥനായിരുന്ന AK ആൻ്റണിയും ഉണ്ടായിരുന്നു. അന്ന് അതിൻ്റെ മുഖ്യ സംഘാടകർ, ഈ നവതി ആഘോഷത്തിൻ്റെ മുഖ്യ സംഘാടകർ KM റോയിയും ജോൺ പോളുമായിരുന്നു. അവർ രണ്ടുപേരും ഇപ്പോഴില്ല. സാനുമാഷ് പൂർണ്ണ ആരോഗ്യവാനായി ഇപ്പോഴും നമുക്കിടയിലുണ്ട്. ഷെണായിയുമായി എനിക്കുള്ള പരിചയം, അതിന് പരിചയം എന്ന് പറയാം എന്നുണ്ടെങ്കിൽ, ഞാൻ കുറച്ചു കാലം മലയാള മനോരമയിൽ പത്രപ്രവർത്തകനായിരുന്നപ്പോഴുള്ളതാണ്. അന്ന് ഞാനൊരു ജേർണലിസ്റ്റ് ട്രെയിനി ആയിരുന്ന സമയത്ത് ഷെണായി സാറ് 1-2 ക്ലാസ്സുകൾ എടുക്കാൻ കോട്ടയത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഷെണായിയുമായി ഞാൻ ചെറിയ തോതിലെങ്കിലും പരിചയപ്പെടുന്നത്. അന്ന് ഷെണായി പറഞ്ഞ ഒരു കാര്യം വെങ്കടേഷ് രാമകൃഷ്ണൻ അതിനോട് യോജിക്കുമോ എന്നെനിക്കറിയില്ല. പറഞ്ഞ ഒരു കാര്യം, ഇവിടെ മലയാള മനോരമയുടെ ഡൽഹി ലേഖകൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പത്രക്കാർക്കും പത്രവായനക്കാർക്കുമൊക്കെ വളരെ വലിയ ഒരാളാണ്. മാതൃഭൂമിയുടെ ഡൽഹി ലേഖൻ മാധവൻകുട്ടി എന്ന് പറഞ്ഞാലുമൊക്കെ അതുപോലെ തന്നെ. പക്ഷേ ഡൽഹിയിൽ ഞങ്ങൾക്കുള്ളതിനേക്കാളുമൊക്കെ അവിടെ പ്രാമാണ്യമുള്ളത് ഡൽഹിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചില ഹിന്ദി സായാഹ്ന പത്രങ്ങളുടെ ലേഖകന്മാർക്കാണ്. അത് ശരിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, അധികം തമാശയായിട്ട് പറഞ്ഞാണോ എന്നും അറിഞ്ഞുകൂടാ. ഇവിടെ രാമകൃഷ്ണൻ പറയുകയുണ്ടായി, തോമസ് ജേക്കബും TVR ഷെണായിയും ചേർന്ന ഒരു ജുഗൽബന്ദിയെപ്പറ്റി. ഞാനത് ശരിക്കും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ എറണാകുളത്ത് മനോരമയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വലിയ സംഭവ വികാസം ഉണ്ടായാൽ ആദ്യം ന്യൂസ് ഏജൻസി വാർത്തകൾ വരും. കുറേ കഴിയുമ്പോൾ, ഏതാണ്ട് ഈ സമയമൊക്കെ ആവുമ്പോൾ ഷെണായിയുടെ മെസ്സേജ് വരും, സൈഡ് ലൈറ്റ്സ് വിൽ ഫോളോ. പിന്നീട് അദ്ദേഹം പറയും 7:30 മണിക്ക് ഡെസ്പാച്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ കൃത്യം 7:30 ടെലിപ്രിൻ്റർ, അന്ന് ടെലിപ്രിൻ്ററിലാണ് വാർത്തകളെല്ലാം വരുന്നത്. ടെലിപ്രിൻ്റർ ചലിച്ചു തുടങ്ങും. ടെലിപ്രിൻ്റർ റൂമിൽ നിന്ന് അത് ട്രാൻസ്ക്രൈബ് മലയാളത്തിലേക്ക്. ഷെണായി മലയാളത്തിൽ ഡെസ്പാച്ച് ചെയ്യില്ലായിരുന്നു. ഷെണായിയുടെ വാർത്തകളും വിശകലനങ്ങളും ഒക്കെ ഇംഗ്ലീഷിലാണെന്ന് അവിടുന്ന് ടെലിപ്രിൻ്ററിൽ വരിക. അത് മലയാളത്തിൽ ട്രാൻസ്ക്രൈബ് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് അന്ന് എറണാകുളം മനോരമയിലുള്ള മിക്കവാറും മാത്യൂസ് വർഗീസ് ലീവാണെങ്കിൽ ക്രിസ് തോമസ് അല്ലെങ്കിൽ PP മാത്യു, ഇവർ രണ്ടുപേരുമാണ്
പതിവായിട്ട് ഈ ഷെണായിയുടെ വാർത്താ വിശകലനങ്ങളൊക്കെ മലയാളത്തിലാക്കാറ്. ആ മൂലത്തിൻ്റെ അദ്ദേഹം അയക്കുന്ന ആ ഇംഗ്ലീഷ് അതേ ശൈലിയിൽ തന്നെ ആണ് ഈ പറഞ്ഞ രണ്ടുപേരും അത് മലയാളത്തിൽ ആക്കാറ്. അപ്പോൾ ഒരു ദേശീയ രാഷ്ട്രീയത്തിലൊരു വലിയ സംഭവം നടന്നാൽ പിറ്റേ ദിവസം മനോരമ വായിക്കുന്ന ആളുകൾ ഷെണായി അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കും. അതുപോലെ അദ്ദേഹം വീക്കിൻ്റെ പത്രാധിപരായിരുന്ന സമയത്ത് വീക്കിൽ ലാസ്റ്റ് പേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോളമുണ്ട്, ദി ലാസ്റ്റ് വേർഡ് എന്ന പേരിൽ. വളരെയധികം വായനക്കാരുള്ള വളരെ ജനപ്രിയത നേടിയ ഒരു കോളമായിരുന്നു ലാസ്റ്റ് വേർഡ് എന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനൊരു ഷെണായി അനുസ്മരണം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പണ്ട് മലയാള മനോരമയിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ജേർണലിസം ക്ലാസ് എടുത്ത് ക്ലാസ് നോട്ട്സൊക്കെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കതുകൊണ്ട് ആവശ്യമൊന്നുമില്ലെങ്കിലും അപ്പോൾ അന്ന് TKG നായരും BK ഭാർഗവൻ നായരും ജോയി തിരുമൂലപുരവും ഒക്കെ എടുത്ത ക്ലാസ് നോട്ടുകൾ അതിനകത്തുണ്ട്. അതിൽ ഷെണായിയുടെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഷെണായി അതിൽ പുതിയ പത്രപ്രവർത്തകർക്ക് ചില ഉപദേശങ്ങളെല്ലാം നൽകുന്നുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല, അതിനുള്ളൊരു സമയവുമില്ല. വേറെയും പലരും ഇവിടെ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഷെണായിയെക്കുറിച്ച് മറ്റു ചില കൗതുകമുണർത്തുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഷെണായി മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം അവിടെ മഹാരാജാസ് കോളേജ് യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു. പഴയ ഒരു സെക്രട്ടറി ജയചന്ദ്രൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഷെണായി അന്ന് തിരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ ഒരു സരോജം അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിച്ചു. ആ തിരഞ്ഞെടുപ്പിൽ വിജയം വരിച്ചത് സരോജമാണ്. അപ്പോൾ ആ സരോജത്തെയാണ് പിന്നീട് ഷെണായി വിവാഹം കഴിച്ചത്. അതിനെപ്പറ്റി ഷെണായി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു, തിരഞ്ഞെടുപ്പിൽ സരോജം എന്നെ തോൽപ്പിച്ചു, പക്ഷേ ജീവിതത്തിൽ ഞാൻ സരോജത്തെ തോൽപ്പിച്ചു എന്ന്. ഇപ്പോൾ ഷെണായിയെക്കുറിച്ച് രസകരമായ മറ്റൊരു കാര്യമുള്ളത്, ഷെണായി സാധാരണ എല്ലാ പത്രപ്രവർത്തകരെയും പോലെ മദ്യപാനത്തിലൊന്നും അദ്ദേഹത്തിന് സാമാന്യം നല്ല ഒരു മദ്യപാനി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ എമിറേറ്റ്സ് വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക ബ്രാൻഡ് വിസ്കി ആവശ്യപ്പെട്ടു. അവർ ആ ബ്രാൻഡാണെന്നും പറഞ്ഞൊരു എയർ ഹോസ്റ്റസ് വിസ്കി കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷേ അദ്ദേഹം കുടിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ചിരപരിചയം കൊണ്ട് മനസ്സിലായി ഇത് ആ ബ്രാൻഡ് അല്ല എന്ന്. അദ്ദേഹം വെറുതെ ഇരുന്നില്ല, അദ്ദേഹം എമിറേറ്റ്സിൻ്റെ മേധാവികൾക്ക് പരാതി കൊടുത്തു. അവർ അദ്ദേഹത്തോട് അപ്പോളജൈസ് ചെയ്തു എന്ന് തന്നെയുമല്ല, ഷെണായിക്ക് എമിറേറ്റ്സിൻ്റെ ഗൾഫിലുള്ള ഒരു ഹോട്ടലിൽ 4 ദിവസം ഒരു സ്യൂട്ടിൽ സൗജന്യമായിട്ട് താമസിക്കാനുള്ള ഒരു സൗകര്യം കൂടി ചെയ്തു കൊടുത്തു. അതാണ് ഷെണായി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും TVR ഷെണായിയുടെ ഒരു അനുസ്മരണ ചടങ്ങ് കൊങ്കണി സാഹിത്യ അക്കാദമിയും എക്മേളയും ഒക്കെ ചേർന്ന് ഇവിടെ സംഘടിപ്പിച്ചത് ഏറ്റവും ഉചിതമായി. ഷെണായിക്ക് ഇവിടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. TVR ഷെണായി എന്ന പ്രവർത്തകനെക്കുറിച്ചോ അല്ലെങ്കിൽ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയെക്കുറിച്ചോ പറയുന്നതിന് മുമ്പ് ചെറായിയിൽ നിന്ന് ചെറുപ്പകാലത്ത് പറവൂർ മുനിസിപ്പൽ ലൈബ്രറിയിലേക്ക് നടന്നു ചെന്ന് പറവൂർ മുനിസിപ്പൽ ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങളും വായിച്ച് തീർത്ത ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ TVR ഷെണായി. എറണാകുളം മഹാരാജാസ് കോളേജിൽ 1957-60 കാലഘട്ടങ്ങളിൽ അദ്ദേഹം പഠിക്കാൻ വന്നപ്പോൾ അന്നത്തെ ലൈബ്രറിയന്മാരും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ മാരാർ സാരും പറയുന്നത്, എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ അതിവിപുലമായ പുസ്തകശേഖരം കാമ്പോട് കാമ്പ് വായിച്ച് തീർത്ത അസാധ്യ പ്രതിഭയുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു TVR ഷെണായി എന്നുള്ളതാണ്. നേരത്തെ പ്രകാശം പറഞ്ഞതുപോലെ എറണാകുളം മഹാരാജാസ് കോളേജ് പൊതുസമൂഹത്തിന് സംഭാവന ചെയ്ത ഒട്ടേറെ മാധ്യമ പ്രവർത്തകരും ഒട്ടേറെ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെയുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു TVR ഷെണായി. ഞാൻ ഷെണായി സാറിനെ പരിചയപ്പെടുന്നത് 2008-ലാണ്. KM റോയ് സാറാണ്
അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തായ KM റോയ് സാറ് പറഞ്ഞിട്ടാണ് TVR ഷേണായിയെ കാണാൻ എറണാകുളത്ത് BTHൽ നേരത്തെ തോമസ് മാഷ് പറഞ്ഞ പോലെ ചെല്ലുന്നതും. അന്ന് മഹാരാജകീയം എന്ന് പറയുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് മഹാരാജാസ് അണിഞ്ഞൊരുങ്ങുന്ന സമയത്താണ്. അപ്പോൾ അതിൽ ക്ഷണിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിനോട് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടുമാണ് ചെല്ലുന്നത്. അതിൽ പ്രധാനമായ കാര്യങ്ങളിലൊന്ന് മഹാരാജാസ് അടയാളപ്പെടുത്തിയ 2 വലിയ പ്രേമകഥകളുണ്ട്. ഒരു പ്രേമകഥ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ വയലാർ രവിയും മേഴ്സി രവിയും തമ്മിലുള്ളതായിരുന്നു. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഇപ്പോഴും മഹാരാജാസിൻ്റെ ഈ പ്രേമകഥ അടയാളപ്പെടുത്തൽ തുടരുന്നുണ്ട്. രണ്ടാമത്തെ പ്രേമകഥ TVR ഷേണായിയും സരോജവുമായിട്ടുള്ളതായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 2 പക്ഷമുണ്ട്. സരോജം ജയിച്ചു എന്നാണ് TVR ഷേണായിയും സരോജവും ഉള്ളപ്പോൾ അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അന്നൊരു പോസ്റ്റ് ഇട്ടതെങ്കിലും പിന്നീടത് ഷേണായി അല്ല ജയിച്ചത്, സരോജമാണ് ജയിച്ചത് എന്നൊരു പക്ഷവും കൂടി ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇവർ 2 പേരും വലിയ അടയാളപ്പെടുത്തലുകൾക്ക് ഇടയാക്കിയവരും ആ കോളേജിൻ്റെ പ്രശസ്തി വാനോളം ഉയർത്തിയവരുമാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാരാജാസ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ ഇവിടെ ക്ഷണിച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പെസഹ വ്യാഴാഴ്ചയുടെ വൈകുന്നേരമാണെങ്കിലും TVR ഷേണായി സാറിനെ കുറിച്ച് 2 വാക്ക് പറയാൻ ഇവിടെ എത്തിച്ചേരാമെന്ന് ഉറപ്പ് നൽകിയതും. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ TVR ഷേണായി സാറിൻ്റെ അനുസ്മരണ സമ്മേളനം നടന്നത് മഹാരാജാസ് കോളേജിൻ്റെ സെൻറ്റുനറി ഓഡിറ്റോറിയത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരമം കഴിഞ്ഞ് ഏതാണ്ട് 2 ആഴ്ചത്തേക്ക് ശേഷം. അന്ന് ഞങ്ങൾ ആദ്യം അന്വേഷിച്ചത് റോയ് സാറിനോടായിരുന്നു. 2008 ആരെയൊക്കെ വിളിക്കണം. അപ്പോൾ അദ്ദേഹം എനിക്കൊരു ലിസ്റ്റ് തന്നു. ദീസ് ആർ ദ ഗ്ലാസ്മേറ്റ്സ് ഓഫ് TVR ഷേണായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗ്ലാസ്മേറ്റുകളുടെ ലിസ്റ്റ് എടുത്തപ്പോൾ അതിൽ തോമസ് മാഷും ബാക്കിയുള്ള എല്ലാവരും വന്നു. അവരെ എല്ലാം ചേർത്തുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ അനുസ്മരണ സമ്മേളനം എറണാകുളം മഹാരാജാസ് കോളേജിൽ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അന്ന് പറഞ്ഞത് കേട്ടതിൽ നിന്ന് ഇത്രയും ദീക്ഷണശാലിയായ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു പക്ഷേ മലയാളത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം നേരത്തെ വെങ്കടേഷ് പറഞ്ഞ പോലെ അദ്ദേഹം VKN മാത്രമല്ല സഞ്ജയനുമായിരുന്നു. അത്രമാത്രം ഹാസ്യാത്മകമായിട്ട് വാർത്തകൾ എഴുതുന്ന കാര്യത്തിൽ അദ്ദേഹം വലിയ വില്ലുപ്തി കാണിച്ചു. പണ്ട് ഇൻ്റർവ്യൂ നടന്നപ്പോൾ മഹാരാജാസിനെ കുറിച്ച് തന്നെ ഒരു ചോദ്യത്തിൽ താങ്കൾ പഠിച്ച കലാലയം താങ്കൾക്ക് എന്ത് നൽകി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, 1 രാഷ്ട്രീയത്തിൽ വരണ്ട എന്നാണ് മഹാരാജാസ് എന്നെ പഠിപ്പിച്ചത് എന്നാണ്. മഹാരാജാസിലെ വിദ്യാർത്ഥി നേതാവായിരുന്നു അദ്ദേഹം. AK ആൻ്റണിയുടെയും ഒക്കെ കാലഘട്ടത്തിൽ, KM റോയിയുടെയും AK ആൻ്റണിയുടെയും ആൻ്റണി ഐസക്കിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ മഹാരാജാസിലെ വലിയ നേതാവും മികച്ച പ്രാസംഗികനും സംഘാടകനുമൊക്കെ ആയിരുന്ന മനുഷ്യൻ ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യയിലെയോ കേരളത്തിലെയോ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യരാകേണ്ടതായിരുന്നു. പക്ഷേ മഹാരാജാസ് പറഞ്ഞു, TVR ഷേണായി രാഷ്ട്രീയത്തിൽ വരേണ്ടതില്ല. അദ്ദേഹം അതനുസരിക്കുകയും ചെയ്തു. രണ്ടാമത് അദ്ദേഹത്തിന് മഹാരാജാസ് നൽകിയത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി സരോജത്തിനെയാണ്. അങ്ങനെ 2 കാര്യം TVR ഷേണായിയുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തിയ ഒരു കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ മഹാരാജീയ കലാലയം 150 വർഷത്തിൻ്റെ പാരമ്പര്യത്തിലൂടെ കടന്നു പോകുന്ന 2025 150-ാം വർഷം ആഘോഷിക്കുന്ന മഹാരാജീയ കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ കരങ്ങൾ കൂപ്പിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന അധ്യക്ഷൻ കൊങ്ങണി സാഹിത്യ സമിതിയുടെ ചെയർമാൻ ഗോവിന്ദൻ നായക് അവർകൾക്കും മറ്റ് വിശിഷ്ടാതിഥികൾക്കും സദസ്സിൽ കൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ വിനീതമായ വന്ദനം. ശ്രീ TVR ഷേണായിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് 75 മുതൽ
അദ്ദേഹത്തിനോടുള്ള അടുപ്പവും പരിചയവും ഞാൻ വളരെ ചെറിയ തോതിൽ ബിസിനസ് നടത്തിയിരുന്ന കാലത്ത് എന്നെ സഹായിച്ച് ഇന്ന് ഈ കാണാവുന്ന വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥനാക്കുന്നതിൽ അങ്ങേര് വഹിച്ച പങ്കുമാണ് ഓർമ്മ വരുന്നത്. ചെറുപ്പത്തിൽ ഞാൻ ഡൽഹിയിൽ ചെല്ലുമ്പോൾ അങ്ങേര് എന്നെ പല വിധത്തിലും സഹായിച്ചിട്ടുണ്ട്. എന്നെ മാത്രമല്ല, എൻ്റെ അറിവിൽ അങ്ങേര് ഡൽഹിയിൽ അങ്ങേർക്ക് ആര് എന്ത് ചോദിച്ച് ചെന്നാലും സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹത്തെ അനുസരിച്ച് ചെല്ലുന്ന എല്ലാ ആളുകൾക്കും അങ്ങേര് എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു തന്ന വ്യക്തിത്വമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെയുള്ള TVR ഷെണായിയെ അനുസ്മരിക്കുന്നതിനും ഇവിടെ കാര്യങ്ങൾ പറയുന്നതിനും എല്ലാവരും കൂടിയതിൽ ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും TVR ഷെണായി അനുസ്മരണ യോഗം സംഘടിപ്പിക്കുന്നതിന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും കൂടാതെ സംഘാടകർക്കും എൻ്റെ വിനീതമായ അനുസ്മരണ യോഗം പ്രസംഗം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, വേദിയിൽ ഇരിക്കുന്ന പ്രശസ്ത വ്യക്തിത്വങ്ങളെ, അതുപോലെ തന്നെ സദസ്സിലും ഉള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഈ സായം സന്ധ്യയിൽ ഒരു ദീർഘ പ്രഭാഷണത്തിനോ അല്ലെങ്കിൽ അനുസ്മരണത്തിനോ ഔചിത്യം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതുവരെ സംസാരിച്ചവരിൽ ഭൂരിഭാഗവും പത്രമാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. എന്നെപ്പോലെയുള്ള സാധാരണക്കാരൻ TVR ഷെണായി എന്ന് പറയുന്ന മാധ്യമ മനുഷ്യ, മാധ്യമ കുലപതിയുടെ എഴുത്തുകൾ സശ്രദ്ധം 2-3 നൂറ്റാണ്ടുകളായി വായിച്ചിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ പുറത്താണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഉദ്ഘാടകനായ മിസ്റ്റർ KV തോമസ് മാഷ് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. I do not know whether you are aware of TVR ഷെണായി, a sentinel of our times എന്ന മീഡിയ അക്കാഡമിയുടെ ഒരു പുസ്തകം വളരെ പ്രസിദ്ധമായി ഈ സമൂഹത്തിൽ നിന്നുള്ള പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 40ഓളം വിശിഷ്ട വ്യക്തിത്വങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 17ഓളം കാർട്ടൂണിസ്റ്റുകളും അതുപോലെയുള്ള മറ്റ് കലാകാരന്മാരതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രശസ്തമായ രീതിയിൽ ഇത്രയും പരിചയമുള്ള KV തോമസ് സാർ ഈ പറഞ്ഞത് ഈ 3-4 അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമാണ് അതിനകത്തും പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതലായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. KM ചെറിയാനും KM മാത്യുവും ഷെണായി സാറിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചു, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, കൊങ്ങിണി ബ്രാഹ്മണന്മാർ ബിസിനസ്സുകാരല്ലേ, എന്തിന് നിങ്ങൾ ഈ പത്രപ്രവർത്തന രംഗം തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പത്രപ്രവർത്തനവും ഒരു ബിസിനസ്സാണ്. അത്രമാത്രം തുറന്ന് സംസാരിക്കുവാൻ TVR ഷെണായി എന്ന പ്രവർത്തകനെ, മാധ്യമപ്രവർത്തകനെ കഴിയൂ. അദ്ദേഹം ഒളിച്ചു വെച്ച് പറഞ്ഞതല്ല, ആ ഇൻ്റർവ്യൂവിന് ജയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സത്യസന്ധനായ ആരോ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത, മിസ്റ്റർ വെങ്കടേഷ് രാമകൃഷ്ണ പറഞ്ഞു. ആ വിശ്വാസ്യതയെന്ന് ആ പുസ്തകത്തിനകത്ത് മിസ്റ്റർ രമേശ് ചെന്നിത്തലയാണ് കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയണം, TVR ഷെണായി ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹം ഒരു പ്രാവശ്യം ഒരിടത്ത് തോറ്റിട്ടുണ്ട്. അദ്ദേഹം SSLCക്ക് ഒരു പ്രാവശ്യം തോറ്റ വ്യക്തിയാണ്. അത് എതിനകത്താണ് തോറ്റത്? രാഷ്ട്രഭാഷ ഹിന്ദിയിൽ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ കണക്കിലോ ഒന്നുമല്ല തോറ്റത്. അദ്ദേഹം തോറ്റത് ഹിന്ദിയിലാണ്. രണ്ടാമത്തെ പ്രാവശ്യം പ്രശസ്തമായ രീതിയിൽ അദ്ദേഹം ജയിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സ്വന്തം തൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല, അച്ഛന് മകനെയും. ജനിക്കുന്നതിന് തൊട്ട് ഒരു ദിവസം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ മരിക്കുന്നത്.
അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ മാധ്യമപ്രവർത്തകരുണ്ട്. ഓസ്കാർ വൈൽഡ് പറഞ്ഞു, ജേർണലിസ്റ്റിക് റൈറ്റിംഗ് ഈസ് നോട്ട് സോ ഇൻട്രസ്റ്റിംഗ് വേറാസ് ലിറ്റററി റൈറ്റിംഗ് ഈസ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതിൽ മാധ്യമരംഗത്തിൻ്റെ റോള് വളരെ വലുതാണ്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ മാധ്യമരംഗത്ത് TVR ഷേണായിയെ പോലെയുള്ള ഒരു അതുല്യ പ്രതിഭ ജനകീയ അഭിപ്രായം സ്വരൂപിക്കുന്നതിൽ വഹിച്ച പങ്ക് ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മാത്രമാണ് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ മാധ്യമ ആൻ്റണി അനുസ്മരിക്കുന്നു. ആ ബുക്കിനകത്ത് ഞാൻ വായിച്ചതാണ്. 11ാമത്തെ വയസ്സിൽ ജവഹർലാൽ നെഹ്റു മട്ടാഞ്ചേരിയിൽ വരുമ്പോൾ 11ാം വയസ്സിലാണ് TVR ഷേണായി അവിടെ ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നത്. 11ാമത്തെ നിങ്ങൾ ആലോചിക്കണം, 11ാമത്തെ വയസ്സിൽ ഒരു രാഷ്ട്രീയ യോഗത്തിൽ പ്രസംഗിച്ച TVR ഷേണായി ഇന്ന് കേരളത്തിൽ നിന്നല്ല, ഭാരതത്തിൽ നിന്നല്ല, ഏറ്റവും വലിയൊരു അധികാരത്തിൻ്റെ കേന്ദ്രമായി മാറേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ഒന്നിനും പോയില്ല. രാഷ്ട്രീയം മാറി, ജാതി മാറി, എല്ലാം മാറി, തൻ്റെ അധികാരത്തിന് വേണ്ടി എന്തും പണയം വെക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് വേണ്ടതെന്താ? അധികാരം. സത്യവും ധർമ്മവും നീതിയും എല്ലാം വെടിഞ്ഞ് അധികാരത്തിന് വേണ്ടി ഏലിയാസ് കന്നേറ്റിയുടെ ആൾക്കൂട്ടവും അധികാരവും എന്ന പുസ്തകം നിങ്ങൾ എല്ലാവരും വായിക്കണം. എല്ലാം താറുമാറാക്കിയ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കതിന് ഉത്തമ ദൃഷ്ടാന്തങ്ങൾ ധാരാളം ഉണ്ടാകും. പ്രിയമുള്ളവരെ, മാധ്യമപ്രവർത്തകരിൽ ഒരു ചക്രവർത്തി പദവി ഉണ്ടായിരുന്നത് TVR ഷേണായിക്ക് മാത്രമാണ്. അദ്ദേഹം പോത്തൻ ജോസഫിനെ അനുകരിച്ചുകൊണ്ട് വൈസ്രോയിയുടെ ചകിട്ടത്തടിച്ച് സ്വന്തം ജോലി രാജിവെച്ച ഒരു വലിയ പത്രപ്രവർത്തകനുണ്ട്. അദ്ദേഹത്തെ അനുകരിച്ച് അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഇതുപോലെയുള്ള അധികാര കേന്ദ്രത്തിൽ ഞാൻ പോകില്ല. പോത്തൻ ജോസഫിനെ അനുകരിച്ചാണെന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടിയന്തരാവസ്ഥ തൊട്ട് മുമ്പുള്ള വർഷങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ ശരിക്കും രോമാഞ്ചമുണ്ടാക്കുന്നതാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ പത്രം എടുത്താൽ അറിയാവില്ല ആരുടെ പ്രശ്നങ്ങളാണ്. ഞാൻ പറയുന്നില്ല, എനിക്ക് അറപ്പുണ്ടാക്കുന്നു. പത്രപ്രവർത്തകരോട് എനിക്കുള്ള ഒരു യാതൊരു ബഹുമാനവും ഇല്ലാത്ത, സ്വന്തം കൊമേഴ്സ്യലൈസ് ചെയ്ത് അവരുടെ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധാരണ പ്രശ്നങ്ങളേ ഇല്ല. അവിടെ കുടിവെള്ളം ഇല്ലെങ്കിൽ അത് പത്രത്തിൽ കാണത്തില്ല. എവിടെയെങ്കിലും ഒരു ഡാൻസ് ഉണ്ടെങ്കിൽ അത് പടവും കാണും, എല്ലാം കാണും. വളരെ വേദനയോടുകൂടിയാണ് ഇത് പറയുന്നത്. സാമൂഹ്യ രംഗത്ത് 40 വർഷം പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ് ഞാൻ. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി എന്നൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. കുടിവെള്ളത്തിന് വേണ്ടി, അതുപോലെ പലതിനും വേണ്ടി സർക്കാരിനെതിരെ പോരാടുന്ന ഒരു വ്യക്തി എന്നുള്ളവർക്ക് ഒരു പത്രവാർത്തയ്ക്ക് വേണ്ടി പത്രമാഫീസുകളിൽ കയറി ഇറങ്ങി നടക്കുന്നത് പതിവുണ്ടായിരുന്നു. ഇപ്പം കയറി ഇറങ്ങാറില്ല. കാര്യം അവിടെ പോയിട്ട് കാര്യമില്ല. ഞാനിത് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ പറയുകയാണ്. രാഷ്ട്രീയത്തിൽ വലതുപക്ഷത്തായിരുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പക്ഷവുമില്ല. സത്യത്തിൻ്റെതായും ധർമ്മത്തിൻ്റെതായും പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ നല്ല ഒരു പരിപ്രേക്ഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും നിങ്ങൾ ആ പുസ്തകം വായിക്കണം. ദ സെന്റിനൽ ഓഫ് അവർ ടൈംസ് എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ കാവലാൾ. TVR ഷേണായി എന്ന് പറയുന്ന ആ വ്യക്തി ഈ കാലഘട്ടത്തിൻ്റെ കാവലാൾ എന്നാണ് ആ പുസ്തകത്തിന് പേര്. എന്ത് അർത്ഥവത്തായ ഒരു ടൈറ്റിലാണ്. പക്ഷേ RS ബാബു പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മീഡിയ അക്കാഡമിയുടെ പുസ്തകം അത് വായിക്കണം. എല്ലാം അതിനകത്ത് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹം ആരായിരുന്നു, എന്തായിരുന്നു, എല്ലാം. അദ്ദേഹത്തിൻ്റെ മകള് പോലും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് വളരെ വളരെ മാതൃകയായ, നിങ്ങളെപ്പോഴും ഓർക്കണം, ദക്ഷിണാഫ്രിക്കയിൽ ഒരു ഗോത്രവർഗക്കാരുടെ ഒരു ധനികൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മരിക്കുമ്പോൾ അവിടെ കൂടുന്ന ജനങ്ങളുടെ എണ്ണം നോക്കിയാണ്. എനിക്ക് വളരെ വിഷമമുണ്ട്. TVR ഷേണായിയുടെ അനുസ്മരണത്തിൽ ഇത്രയും ആളുകളല്ല. അതെന്തുകൊണ്ടെന്നും എനിക്കറിയാം. TVR ഷേണായിയെക്കുറിച്ച് ആധുനിക തലമുറ
വായിച്ചിട്ടില്ല. അവർ പത്രം വായിക്കുന്നില്ല. എല്ലാവരും പറയുന്നല്ലോ ഇതിട്ട് തോണ്ടുകയാണ്, അതിനകത്തെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. വായനയുടെ കുറവ്. സിസറോ പറഞ്ഞത് എന്താ? ഒരു പുസ്തകവും ഒരു പൂന്തോട്ടവും ഉണ്ടെങ്കിൽ നമുക്കെല്ലാമായി. ഇന്നത്തെ ആളുകൾക്ക് പൂന്തോട്ടവുമില്ല, പുസ്തകവുമില്ല. അവർക്ക് വേണ്ടത് മറ്റു പലതുമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് TVR ഷേണായിയെ പോലെയുള്ള ഒരു മാധ്യമപ്രവർത്തകനാകാൻ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും കഠിന പ്രയത്നം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് പത്രസമ്മേളനം വിളിച്ചാൽ കുറച്ച് 10-12 കൊച്ചു പിള്ളേർ റിപ്പോർട്ട് ചെയ്യാൻ വരും. പിറ്റേ ദിവസത്തെ പത്രത്തിൽ റിപ്പോർട്ടറുമില്ല, ഒന്നുമില്ല. ഇതാണ് പത്രസമ്മേളനത്തിൻ്റെ സ്ഥിതി, വാർത്തകളുടെ സ്ഥിതി. വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണ്. പത്രക്കാർ ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതെല്ലാം മാറണം. TVR ഷേണായിയെപ്പോലെ നല്ല പത്രപ്രവർത്തകനായി, അതായത് സമൂഹത്തിൻ്റെ വികസനത്തിന്. എന്താണ് രാഷ്ട്രീയമെന്ന് പറയുന്നത്? രാഷ്ട്രീയമെന്ന് പറയുന്നത് രാഷ്ട്രബോധം, സാമൂഹ്യബോധം, നേഷൻ ബിൽഡിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ 3 കാര്യങ്ങളും പത്രപ്രവർത്തകരോട് പറഞ്ഞു കൊടുക്കണം. സാമൂഹ്യ രംഗത്ത് നടക്കുന്ന മാറ്റങ്ങൾ ജനങ്ങളെ അറിയിക്കാനുള്ള അവർക്കുള്ള ധർമ്മം അതും പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം അടങ്ങിയ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു TVR ഷേണായി. ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെക്കുറിച്ച് വെറും ഒരു 2% പോലും ആയിട്ടില്ല. സംഗീതത്തിലും സാഹിത്യത്തിലും അതുപോലെ എല്ലാത്തിലും നിറഞ്ഞു നിന്ന മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തിൻ്റെ വലിയ പ്രതീകമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം BJP ആണെന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരും MA ബേബിയും EMSഉം അതുപോലെ തന്നെ എല്ലാം LK അദ്വാനി 7000 രൂപയുടെ കുംഭകോണത്തിന് വീരേന്ദ്രകുമാർ ഗുരുവായൂര് വന്ന് പ്രാർത്ഥന നടത്തിയത് TVR ഷേണായി റിക്വസ്റ്റ് ചെയ്താണ്. അത് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. TVR ഷേണായി ആണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ 7000-ൻ്റെ ഒരു കുംഭകോണത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മിസ്റ്റർ വീരേന്ദ്രകുമാർ നവതി ആഘോഷത്തിൽ TDM ഹാൾ നടത്തിയ TVR ഷേണായി ആദരിച്ചൊരു ചടങ്ങുണ്ട്. വളരെ ഗംഭീരമായൊരു ചടങ്ങായിരുന്നു. പ്രിയമുള്ളവരെ, നല്ല പത്രപ്രവർത്തകരായി നല്ല ന്യൂസ് ലഭിക്കുന്നതിനുള്ള, നല്ല റിപ്പോർട്ട് കിട്ടുന്നതിനുള്ള പത്രങ്ങൾ ലഭിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യ യോഗാധ്യക്ഷൻ ശ്രീ വി ഗോവിന്ദനായക്, വേദിയിലിരിക്കുന്ന സമാരാധകരെ, എൻ്റെ മുൻപിലിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ TVR ഷേണായിയുടെ സ്നേഹിതരെ, ഞാൻ അനുവാദത്തോടെ TVR ഷേണായിയുടെ ഭാഷയിൽ, എൻ്റെയും ഭാഷ അതുതന്നെയാണ്, ഞാൻ കൊങ്കണി ഭാഷയിലാണ് സംസാരിക്കാൻ പോകുന്നത്. 5 മിനിറ്റ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും ഷേണേമാം അദ്ദേഹത്തിൻ്റെ സ്മരണ മുക്കാരി സ്മരണാഞ്ജലികൾ അർപ്പിച്ചു കർത്തത്. അദ്ദേഹം ആമയിഞ്ചാൻ മിഗ്ഗൽ 13 വർഷാഞ്ചേർ മുതൽ അടുപ്പാസ് അവസാനം ഞാൻ അദ്ദേഹാദി കോസിനെ മക ഏക അടുത്ത ബന്ധുവിനെ ദൂരസിൽ ബന്ധുത്വ ഷേണേമാം ബാബുമാ മുൻത അദ്ദേഹ പെറ്റ്നെയും അദ്ദേഹം അമ്മ തേക്ക് കഴിഞ്ഞം ചാലി തക്ക തേറാതെ അവസാനം ഞാൻ അദ്ദേഹം ഞാൻ ദിക്കുവയുടെയല്ലേ തേഞ്ചല്ല പ്രാൻ ഇതേ വർഷം ഞാൻ ചാലി അദ്ദേഹം ഡൽഹി തഹസിലോ ദൊഗ്ഗയാൻ ചൊർഡുവസേ സരോജമ്മളേലി അദ്ദേഹാദി ധർമ്മപത്നി ते संगल्यारी देवर लाव महाराज कोळजान सिक्कुचवळी रीच एकोलाळ सफाई सरोजम सफाई तेजमट शेणेमाम केस शिवचेरी फाईट कोण दे फेल इन लव तशी
जान वर्डी जिले तालुवायद सरोजमाई ने स्थल तीन जल परांते सरोजमाई किंजली तवली അദ്ദേഹത്തെ പ്രവർത്തന മാധ്യം മനോരമാന്ത് ആറാമ്പിനെ തേഞ്ചാൻ ടൈംസ് ആങ്കല്ലോ തെങ്കായതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആണ് അതായത് അതിമാജമൂർത്തം ഉല്ലേലിൽ മട്ട് പത്രങ്ങളെ തക ധാർമ്മിക ഉത്തരവാദിത്യം ഊണജനെ തെഗു സ്വന്തം ചാനസിനെ പകർപ്പ് ജനപദ പാവുൻ ചാസിൽ ബഗെ തുത്രേച്ച് ഛായക പുണ്യാത്മാവത് അദ്ദേഹത്തെ നമുക്ക് സൂണ് വെച്ചാൽ ഉടനെ തന്നെ എഞ്ചുകമൾ തിരുമല ദേവസ്ഥാനത്തുകൊണ്ട് एक अनुस्मरणम BTH आम्ही जमकिरंत सगळे थज्जूस अवेलेबल जाणसे सगळे आमगेले बांधवा सकटाके उद्दून तेद्दूस 7 years back तर तशी आम्ही अनुस्मरण केलें आसा ते दुसांत एर्णाकुളം तिरुमല दिवस मॅनेजिंग करी तवळे आमकां अशें आयकॉन्स म्हणटाय आमगेले कम्युनिटी ते आयकॉन्स आमकां तेडिकून वचुआ आमगेले AD हरी शर्मा सारायचं അദ്ദേഹം കോൺട്രിബ്യൂഷൻ ഉള്ള സിക്വണ്ണത്തില്ലോ തേച്ചുമട്ട് ചൈത്തെ आमगेले कलाकारांमारी आजी तुलकी चांगेक कोंकणी भाषे संबंधी जान एक ಒಳ್ಳೆ ಆಶಯಂ ಅಂಗಕನ್ಯಾನಸ ತೇಚುಮಟ್ಟ ಆಶಯಂ ಕೂನ್ ತಿ ಕೊಂಕಣಿ ಭಾಷೆ ನಿಲನಿರ್ತಿಕೋರು ಲಗ್ಗಿ ತಲೆಮುರೆ ವಂಟುನ್ ಗಿಂಚಾಗ ಜಾಮ್ಕ ಎನಿವೆ एक ಒಳ್ಳೆ സംരംഭಂತ एकमेळीके तेचमट्ट केरಳ कोंकणी अकादमीने संयुक्त जान केल्लेने तांकां आम आशंस सांगून आमकां गई जाल्यार यशस्वीने चांग एक उद्यमम मुखार व्हरका म्हूण हांव अभ्यर्थിച്ചുകൊണ്ട് हांव रब्बेदा सर्वांक नमस्कार യോഗാധ്യക്ഷൻ ഗോവിന്ദ നായിക് വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള മഹനീയ വ്യക്തിത്വങ്ങളെ TV അർഷനായെക്കുറിച്ച് വിശദമായി തന്നെ എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാൻ മറ്റു ചില നിങ്ങൾ കേൾക്കാത്ത 1-2 ഭാഗം പറയാം. ഞാൻ TV അർഷനായനെ കുറിച്ച് കേൾക്കുന്നത് വളരെ ചെറുപ്പത്തിലേ കേൾക്കുന്നു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ജനിച്ചത് ഞാൻ ജനിച്ച മണ്ണിൽ തന്നെയാണ്. ഗൗഡസാഹസ സമുദായത്തിൽ ഞാനും ഒരു അംഗമാണ്, അദ്ദേഹവും ഒരു അംഗമാണ്. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ കാണുന്നില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ മാതാവിനെ സ്ഥിരമായി കാണുന്നു. സുനിതക്കനെ സ്ഥിരമായി ഞങ്ങൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ വലിയ വീടുണ്ട്, ഒള്ളഗർ എന്ന് പറയും, അവിടെയാണ് അവർ താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറായിൽ അന്ന് നിലവിലുള്ള ഭവനങ്ങളിൽ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള ഒരു ഭവനമാണ് ഈ അമ്മ താമസിച്ചിരുന്ന വീട്. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിരുന്നോ എന്ന് വെച്ചാൽ അല്ല എന്നറിയുന്നത് 20 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ അല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വൈപ്പിനിലെ ഷെണായിയുടെ പ്രധാനിയായിട്ടുള്ളൊരു കാര്യക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് താമസിക്കാൻ, മാനേജർക്ക് താമസിക്കാൻ അവരുടെ നിയന്ത്രണത്തിലുള്ളൊരു വീട് അന്ന് കൊടുത്തതാണ് എന്നെല്ലാം അറിയുന്നത് പിന്നെയാണ്. എന്താണെങ്കിലും TV ഷെണായി എന്ന് കേൾക്കുന്നത് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ കേൾക്കുന്നതാണ്. അന്ന് പത്രത്തിൽ, അതായത് 60കളിൽ അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആദ്യം വരുന്നു, പിന്നീട് മനോരമയിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ മനോരമയിൽ ജോയിൻ ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ കാണുന്നത്. ന്യൂഡൽഹിയിലെ പ്രധാന ബ്യൂറോ ചീഫായി മനോരമയുടെ ഒരു ബ്യൂറോ ചീഫായി വാഴുന്നൊരു കാലമാണ് ഞങ്ങൾ അദ്ദേഹത്തെ ചെറുപ്പത്തിലെ മുതൽ കാണുന്നൊരു TV ഷെണായി. അദ്ദേഹം സത്യത്തിൽ പിന്നെ അങ്ങോട്ട് അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ തുടങ്ങി, ഫോളോ ചെയ്യാൻ തുടങ്ങി. കാര്യം ചെറായിക്കാരനാണ്,
ഒരേ സമുദായക്കാരനാണെന്നുള്ള പേരിൽ ഇങ്ങനെ അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ദ വീക്ക് എന്ന ഇംഗ്ലീഷ് മാസിക മനോരമ തുടങ്ങാൻ തന്നെ കാരണം ഇദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ്. അതായത് TVR ഷെണായിയെ കണ്ടുകൊണ്ട് തന്നെയാണ് മലയാള മനോരമ ഒരു ദേശീയ മാഗസിൻ ദ വീക്ക് തുടങ്ങുന്നത്. അന്ന് വരെ ഇന്ത്യ ടുഡേ വാണിരുന്ന ഇംഗ്ലീഷ് മാഗസിൻ വാണിരുന്ന ഒരു കാലത്താണ് ഈ മലയാള പത്രം ഒരു ഇംഗ്ലീഷ് മാസിക ദേശീയ തലത്തിൽ ആരംഭിക്കുന്നത്. പക്ഷേ അത് പെട്ടെന്ന് പന്തലിക്കുന്നതിന് കാരണം ഈ TVR ഷെണായിയുടെ റിപ്പോർട്ടിങ്ങും അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ച് ആ മാഗസിന് വേണ്ട ദേശീയ റിപ്പോർട്ടിങ് കോളമുകളും എല്ലാം വരുത്തിയപ്പോഴാണ് മനോരമയ്ക്ക് ദേശീയ തലത്തിൽ ശ്രദ്ധ കൂടുതൽ കിട്ടിയത്. അല്ലെങ്കിൽ അത് പ്രാദേശിക പത്രത്തിൻ്റെ ഡൽഹി ലേഖനം എന്ന നിലയിൽ മാത്രം കണ്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു ദേശീയ പത്രം എന്ന മനോരമയ്ക്ക് സ്ഥാനം നേടിക്കൊടുക്കുന്നതിൽ ഈ ദ വീക്ക് എന്ന ഇംഗ്ലീഷ് മാഗസിന് പങ്കുണ്ട്. അത്തരത്തിൽ വളരെ ശ്രദ്ധയോടെ അദ്ദേഹത്തെ നോക്കിക്കണ്ടു. പിന്നെ ഞാൻ അദ്ദേഹത്തിന് 2003 പത്മഭൂഷൺ കൊടുക്കുന്നതിന് തന്നെ കാരണം ഞാൻ മനസ്സിലാക്കിയത് 99 DMKയും NDA സഖ്യത്തിലേക്ക് വരുന്നതിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് TVR ഷെണായിയുടെ നയതന്ത്രം LK അദ്വാനിക്കും കരുണാനിധിക്കും ഒരു പാലം സൃഷ്ടിച്ചുകൊണ്ട് DMKയെ BJP പാളയത്തിലേക്ക് അന്ന് കൊണ്ടുവരികയും അങ്ങനെ വാജ്പേയിയുടെ മന്ത്രിസഭയിൽ DMKയെ കൊണ്ടുവരികയെല്ലാം ചെയ്ത ഒരു ചരിത്രം അതായിരിക്കണം ഒരുപക്ഷെ 2003 ദേശീയ ജനാധിപത്യ സഖ്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് പത്മഭൂഷൺ പ്രഖ്യാപിച്ചത്. പക്ഷേ നമ്മുടെ സമുദായം അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ആദരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇന്നും ഇല്ല എന്ന ഉത്തരമാണ് എനിക്കതിനകത്ത് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് കൊങ്കണി ഭാഷയുടെ സാഹിത്യ അക്കാദമിയും എക്മേളിയും കൊങ്കണി കലാകേന്ദ്രയും ഇങ്ങനെ ഒരു TVR അനുസ്മരണം വെക്കുമ്പോൾ ആ കാര്യത്തിൽ എനിക്കിന്ന് ചാരിതാർത്ഥ്യമുണ്ട്. ഞാനൊരു കാര്യത്തിൽ ഭാഗ്യവാനാണ്. അങ്ങനെ ഒരു സമുദായത്തിൻ്റെ ഘടനയുടെ പേരിൽ ഇന്ന് TVR ഷെണായിയുടെ അനുസ്മരണത്തിലൂടെ അദ്ദേഹത്തെ ഒരു മരണാനന്തര ആദരവായി ഈ ചടങ്ങ് മാറുകയാണ്. ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ വൈകിയ വേളയിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ യോഗാധ്യക്ഷനും നമ്മുടെ തോമസ് മാഷും മറ്റ് പ്രാസംഗികരും വേണ്ടുവോളം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി പായസത്തിൽ കൂടുതൽ പഞ്ചസാര ഇടുമ്പോൾ ഷുഗർ പേഷ്യൻസിനെല്ലാം ബാധകമാകുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്, താമസിക്കുന്നത് പാലാരിവട്ടത്താണ്. പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ഞാൻ CISFൻ്റെ അസിസ്റ്റൻറ്റ് കമാൻഡൻ്റാണ്. എന്തുകൊണ്ട് ഈ മീറ്റിങ്ങിൽ എന്നെ വിളിച്ചു എന്ന് ചോദിച്ചാൽ, പത്രക്കാരനായിട്ടുള്ളൊരു ബന്ധമാണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ അച്ഛൻ PMS റാവു കൊടുങ്ങല്ലൂർ നിവാസിയാണ്. മലയാളം എക്സ്പ്രസ് തൃശ്ശൂരിൽ നിന്ന് അടിക്കുന്ന മലയാളം എക്സ്പ്രസ് കൃഷ്ണയ്യരുടെ മകൻ ബാലകൃഷ്ണനും അവരൊക്കെ നടത്തിയിരുന്ന മലയാളം എക്സ്പ്രസ് എല്ലാവരും കേട്ടിരിക്കും, വായിച്ചിരിക്കും. ഇന്നത്തെ ദേശാഭിമാനിയേക്കാളും വലിയൊരു ദേശാഭിമാനിയായിരുന്നു അന്നത്തെ എക്സ്പ്രസ്. കാരണം എക്സ്പ്രസ് വായിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പത്രങ്ങൾ, കാരണം നമുക്കറിയാമല്ലോ കേരള രാഷ്ട്രീയം എങ്ങനെയാണ് പോകുന്നത്, എങ്ങനത്തെ രാഷ്ട്രീയമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ എന്താണ് രാഷ്ട്രീയമെന്ന് പഠിപ്പിക്കുന്ന ഒരു പത്രമായിരുന്നു തൃശ്ശൂരിൽ നിന്ന് വരുന്ന എക്സ്പ്രസ് ദിനപത്രം. എക്സ്പ്രസ് ദിനപത്രത്തിൻ്റെ കൊടുങ്ങല്ലൂർ ലേഖനായിരുന്നു പരേതനായ എൻ്റെ അച്ഛൻ PMS റാവു. ഈ PMS റാവുവും ഗൗഡസ്വാരസ്വത ബ്രാഹ്മണ സമുദായത്തിലെ ആളാണ്. അദ്ദേഹവും ഈ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്ന് അനുസ്മരണ യോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന TVR ഷെണായി വളരെയധികം ആത്മബന്ധമുണ്ടായിരുന്നു.
കാരണം അന്നത്തെ പത്രധർമ്മവും ഇന്നത്തെ പത്രധർമ്മവും, ഇന്ന് നമുക്കെല്ലാം ഡിജിറ്റലാണ്. ഒരു ന്യൂസ് നടക്കുമ്പോഴേക്കും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അന്ന് അങ്ങനെയല്ല. ഒരു ന്യൂസ് എഴുതി അത് പത്ര ഓഫീസിലെത്തി അന്നത്തെ ആ ഡെസ്കിലിരിക്കുന്നവർ നോക്കി അത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം വന്നാൽ നാളത്തെ പത്രത്തിൽ വരില്ല. ഇന്ന് രാത്രി 10 മണിക്ക് അയച്ചാലും നാളത്തെ പത്രത്തിൽ ന്യൂസ് വരും. ആ ഒരു പ്രാധാന്യം ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ അത് എടുത്ത് മാറ്റി വയ്ക്കുക അവർ. അതാണ് പത്രധർമ്മം. കാരണം പത്രത്തിൽ എങ്ങനെയാണ് ന്യൂസ് വരേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുത്താനും കഴിയും, വരാതിരിക്കാനും കഴിയും, ഒരിക്കലും വരാതിരിക്കാനും കഴിയും. അതാണ് പത്രം. കാരണം എന്തോ ആയിക്കോട്ടെ, ആ ഒരു പത്രധർമ്മം സത്യത്തിൽ മഹാരാജാസ് കോളേജിൽ അദ്ദേഹം പഠിച്ച്, വിൽസൺ കോളേജിൽ ബോംബെയിലും പഠിച്ച്, ഡൽഹിയിൽ പോയി ഒരു 50 വർഷത്തോളം ഈ പത്രധർമ്മം നടത്തുക എന്ന് പറയുന്നത് ഒരു സാഹസിക കാര്യമാണ്. ഈസി ജോബല്ല അത്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. അതുമാത്രമല്ല, പാകിസ്ഥാൻ ഇന്ത്യ 71 വാറ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇദ്ദേഹം ഡാക്കയിൽ പോയിരുന്നു. മനോരമ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ ഞാൻ ആ പത്ര കട്ടിങ്സൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അന്നത്തെ പത്രധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം 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 മാത്രമേ ഉള്ളൂ, നുണ പറയുന്ന പ്രസ്ഥാനമില്ല. ഇന്ന് നമുക്ക് പത്രധർമ്മത്തിൽ നുണയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായിക്കുന്നവർക്കറിയാം എന്താണെന്ന്. നമ്മളത് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് പത്രധർമ്മം എന്താണെന്ന് കാണിച്ചു കൊടുത്ത് രാഷ്ട്രീയത്തിൽ പോയി കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു അദ്ദേഹം രാഷ്ട്രീയത്തിൽ പോയിരുന്നുവെങ്കിൽ ഇന്നൊരു കേന്ദ്ര മിനിസ്റ്റർ ആയിരിക്കും അദ്ദേഹം, ഒരു സംശയമില്ല. കാരണം ബുദ്ധിരാക്ഷസനാണ് അദ്ദേഹം, ബുദ്ധിരാക്ഷസനാണ്. അപ്പോൾ ബുദ്ധിരാക്ഷസന് കേന്ദ്രമന്ത്രി ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടാവാൻ പറ്റും. പക്ഷെ അങ്ങനെ അല്ല അദ്ദേഹം തിരഞ്ഞെടുത്തത്. കാരണം പത്രധർമ്മം അത് നാട്ടിന് വേണ്ടിയിട്ട്. ഈവൻ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ പറഞ്ഞൊരു വാചകം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാനത് വായിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അംബാസിഡർ ഓഫ് കേരള. അദ്ദേഹം ഡൽഹിയിൽ പത്രധർമ്മം അംബാസിഡർ ഓഫ് കേരള, കേരളത്തിൻ്റെ അംബാസിഡറായിട്ടാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ടവറിങ് ജേർണലിസ്റ്റ് ആയിരുന്നു. ടവറിങ് ജേർണലിസ്റ്റ് ആൻഡ് ഗ്രേറ്റ് ലോസ് ഫോർ ജേർണലിസം. സത്യമല്ലേ അത്? ഇന്നും അത് തന്നെയല്ലേ? ഇന്നും നമ്മൾ പത്രധർമ്മം നിറവേറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പത്രങ്ങളാണ് മാറി മാറി നോക്കുന്നത്? നേരം വെളുത്തു കഴിഞ്ഞാൽ ഒരു 15 പത്രങ്ങൾ ഇറക്കുന്നുണ്ട്. എന്നാൽ 15 പത്രധർമ്മവും കറക്റ്റായിട്ടാണോ? ഇവൻ പറയുന്ന ന്യൂസ് അയാൾ പറയുന്നില്ല, അയാൾ പറയുന്ന ന്യൂസ് ഇയാൾ പറയുന്നില്ല. സത്യത്തിൽ ജനങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നൊരു പത്രധർമ്മമായിട്ട് മാറിയിട്ടില്ല ഇന്നത്തെ പത്രധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്തു പറയും? നമ്മളെല്ലാവരും പത്രം വായിക്കുന്നവരാണോ? ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഈവൻ ഡിജിറ്റൽ ന്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ പത്രങ്ങൾ വായിക്കാറുണ്ട്. കാരണം പല ന്യൂസും നമുക്ക് പ്രാദേശികമായിട്ടുള്ളത് അറിയാനുണ്ട്, ചരമ ന്യൂസുകൾ അറിയാനുണ്ട്, അങ്ങനെ പലതും. അപ്പോൾ പത്രധർമ്മം എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും, ഇപ്പോൾ നാരദമുനി പത്രധർമ്മമാണ് ചെയ്തിരുന്നെന്ന് പറയും. വേദവ്യാസൻ മഹാഭാരതം രചിച്ചതും അദ്ദേഹം ഒരു എഡിറ്റർ ആയിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹത്തിനൊരു ഇപ്പോൾ വിദ്യാധനം ട്രസ്റ്റ് KV തോമസ് മാഷ് 6 അവാർഡ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയത് ഇപ്പോഴും കൊടുത്തു വരുന്നുണ്ട്. ആ സ്ഥാനത്ത് ഇപ്പോൾ DG സുരേഷ് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, നമ്മുടെ സമൂഹം, അതായത് ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമൂഹം, ഗോവയിൽ നിന്ന് പോർച്ചുഗീസ് ഇൻവേഷനൊക്കെ സംഭവിച്ച് ഇവിടെ ഓടി വന്ന് 500 വർഷമായിട്ട് കേരളത്തിലും മാംഗ്ലൂരും ബോംബെയിലും ഗോവയിലും ഒക്കെ താമസിച്ചു വരുന്ന നമ്മളുടെ ഈ ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമൂഹം ഇന്നും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, എന്നാൽ എന്തിനാണ് കുറവ്? ഇപ്പോൾ കുറവില്ലാത്തത് ഇപ്പോൾ രാധാകൃഷ്ണൻ നായർ സാർ പറഞ്ഞു, ജഡ്ജായിട്ടുള്ള രാധാകൃഷ്ണൻ സാർ പറഞ്ഞു, എന്തിനാ ഇദ്ദേഹം പത്രത്തിലേക്ക് വരുന്നത്? ഇങ്ങേർക്ക് വേറെ വല്ല ബിസിനസ് ചെയ്തുകൂടെ? സത്യത്തിൽ കൊങ്ങണി സമുദായം ബിസിനസ് ചെയ്യുന്ന കൂട്ടരാണ്. ബിസിനസ് മാത്രമല്ല, ഇപ്പോൾ 5 സിനിമാ തിയേറ്ററുള്ള കൊങ്ങണി ഇപ്പോഴും എറണാകുളത്തുണ്ട്. ഷെണായിസ് തിയേറ്റർ തൊട്ട് 5 സിനിമാ തിയേറ്റർ, ഏഷ്യയിലെ നമ്പർ 1 സിനിമാ തിയേറ്റർ ഉണ്ടാക്കിയത് ഷെണായി. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് ബുദ്ധി മാത്രമല്ല, പല കാര്യവൈഭവങ്ങളാണ് പലതും. അദ്ദേഹം പത്രധർമ്മം എന്തുകൊണ്ടാണ് എടുത്തത്? കാരണം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക, ജനങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എത്തിക്കുക. അതുമാത്രമല്ല, രാഷ്ട്ര നന്മയെക്കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നോട്ടത്തിലേക്കും നമ്മുടെ നേട്ടത്തിനും വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് NDA ഗവൺമെൻറ് 2003 പത്മഭൂഷൺ കൊടുക്കേണ്ടി വന്നത്. പല പത്രക്കാർക്ക് ഇന്നും കിട്ടിയിട്ടുണ്ടാവില്ല പത്മഭൂഷൺ. ഇറ്റ് ഈസ് നോട്ട് ഈസി. പത്മഭൂഷൺ അവാർഡൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ വളരെ ഈസി ഒന്നും അല്ല ഇത്. കാരണം പല ആൾക്കാരും ഇപ്പോൾ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും അവാർഡ് വാങ്ങാൻ വേണ്ടി നടക്കുന്നത്. ഓർമ്മയില്ല സിനിമയുടെ പേരെനിക്ക്, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മളുടെ ധർമ്മം
എന്താ പറയുക, ധർമ്മം ജയിക്കണം. ആ ധർമ്മത്തിൽ നിന്നുകൊണ്ടുള്ള പത്രധർമ്മമാണ് TVR ഷെണായി സാർ ചെയ്തത്. അദ്ദേഹം രാഷ്ട്രീയം തിരഞ്ഞെടുക്കാത്തതിൽ 2 കാരണങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മാവൻ JA ഭട്ട തിരുക്കൊച്ചി MLA ആയിരുന്നു. കൂടാതെ നമ്മുടെ സുബ്രഹ്മണ്യ ഷെണായി പയ്യന്നൂർ MLA, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയം വേണ്ട, പത്രധർമ്മം മതി എന്ന പത്രധർമ്മത്തിലേക്ക് വന്ന് നിന്നുകൊണ്ട് 77 വർഷം, അത് 50-55 വർഷത്തോളം ഈ മാധ്യമരംഗത്ത് അദ്ദേഹം കാട്ടിക്കൂട്ടിയ എന്താ പറയുക, അത്രയ്ക്ക് നല്ല കാര്യങ്ങൾ, അത്ഭുതങ്ങൾ എന്ന് തന്നെ പറയാം. ആ അത്ഭുതങ്ങൾ കാണിച്ച് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ പത്രക്കാരും ആ ശ്രേണിയിലേക്ക് വരണം. പത്മഭൂഷൺ എല്ലാ പത്രക്കാരും വാങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ 7ാം ചരമവാർഷിക ദിനത്തിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. Thank you, sir. I now invite Shri A.S. Shamkumar, Treasurer, Prabodha Trust, Kochi. അക്ഷരങ്ങളെ ആയുധമാക്കിയ മലയാളത്തിൻ്റെ മഹാപ്രതിഭ ഇവിടെ വിശേഷിപ്പിക്കുകയുണ്ടായി. വിജ്ഞാന സാഗരം, മാധ്യമ പത്രരംഗത്തെ ഇതിഹാസം TVR ഷെണായി. അദ്ദേഹത്തിൻ്റെ 7ാം ചരമദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന വളരെ സവിശേഷ വ്യക്തിത്വത്തിന് ഉടമകളായ എല്ലാ ആളുകൾക്കും എൻ്റെ നമസ്കാരം. നമ്മൾ പറയും സഞ്ചരിക്കുന്ന കോടതി, നടക്കുന്ന എൻസൈക്ലോപീഡിയ. അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഒരുപാട് വിശേഷണങ്ങൾ ഇവിടെ നിരവധി ആളുകൾ പങ്കുവച്ചു. നമ്മൾ പറഞ്ഞു കേട്ടു ഒരുപാട് കാര്യങ്ങൾ, വളരെ അടുത്ത ആത്മബന്ധമുള്ള ആളുകൾ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും അദ്ദേഹത്തെ ആദരവോടെ സ്നേഹിക്കുന്നത്, അറിയുന്നത് അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം അതിൻ്റെ സൗന്ദര്യവും മനോഹാരിതവും യുക്തിഭദ്രതയും. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുൻപിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ വൈകിയ വേളയിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വോട്ട് ഓഫ് താങ്ക്സ്. അത് അധികം നീട്ടുന്നില്ല, എല്ലാവർക്കും ഒരുമിച്ച് പറയുന്നു. ഇവിടെ സന്നിധനായ ശ്രീ KV തോമസ്, DD നവീൻകുമാർ, V ഗോവിന്ദനായക്, സത്യാനന്ദ സാറ് ചില ദേഹാസ്വാസ്ഥ്യം മൂലം വന്നില്ല. പിന്നെ വെങ്കടേഷ് രാമകൃഷ്ണൻ, P പ്രകാശ്, ജയചന്ദ്രൻ സാറ്, വിജയകുമാർ കമ്മത്ത്, ഡോക്ടർ K രാധാകൃഷ്ണൻ നായർ, രംഗദാസ് പ്രഭു, DG സുരേഷ്, രാമാനന്ദ റാവു, AS ശ്യാംകുമാർ, എല്ലാവർക്കും സംഘാടകരുടെ പേരിൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഇവിടെ സന്നിധരായുള്ള എല്ലാ സദസ്യർക്കും എക്മേലിയുടെയും കൊങ്കണി സാഹിത്യ അക്കാദമിയുടെ പേരിലും പ്രബോധ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.